الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. എത്ര കിസ്സ മോദിയത്? ഒന്ന് താലൂത്ത് ജാലൂത്തിൻ്റെ കിസ്സ. രണ്ടേതാണ്? പേടിച്ചു പാഞ്ഞാളെ. അതന്നെ പേടിച്ചു പാഞ്ഞാളെ കിട്ടുന്നുണ്ടല്ലോ. അതെ അതെ. മൂന്നാമത്തത് ഉസൈറിൻ്റെ 100 കൊല്ലം മരിച്ചത്. ഇപ്പം മറ്റൊന്ന് നാലാമത്തത് وَإِذْ قَالَ إِبْرَاهِيمُ رَبِّ أَرِنِي كَيْفَ تُحْيِي الْمَوْتَى قَالَ أَوَلَمْ تُؤْمِنْ قَالَ بَلَى وَلَكِنْ لِيَطْمَئِنَّ قَلْبِي قَالَ فَخُذْ 4 مِنَ الطَّيْرِ فَصُرْهُنَّ إِلَيْكَ ثم اجعل على كل جبل منهن جزءا ثم ادعهن يأتينك سعيا واعلم أن الله عزيز حكيم. അക്ഷരത്തിലവിടെ തീർന്നു. وإذ قال إبراهيم, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ സമയം തങ്ങളെ നോർത്ത് നോക്കണം, അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കണം എന്നായി. അതാണ് ബദുക്കൂർ വക്കത്ത ഖൗലി ഇബ്രാഹീമ. അതാ വക്കത്ത് എന്തിനാ ഇത് ഉറപ്പാക്കിയിട്ട് ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞ സമയം എന്താ പറഞ്ഞത്? റബ്ബി, റബ്ബേ. അസലുണ്ടാകും റബ്ബി എന്നുണ്ടാകും. അതിന് പകരാണേത് കസ്റ്. കലിമത്ത് ഇസ്തിഅ്താഫിൻ എന്ന് പറഞ്ഞാൽ കാരുണ്യം തോടുന്നൊരു കലിമത്താണ്. റബ്ബേ റബ്ബേ എന്ന് പറയുമ്പോൾ ഒരു കാരുണ്യം. ഇതുപോലെ ഉപ്പ ഉപ്പ ഉമ്മ ഉമ്മ എന്ന് വിളിക്കുമ്പോൾ അവിടെയുള്ളൊരു കാരുണ്യം തേടലുണ്ട്. ഖുദ്ദിമത്ത് ബൈന ദുആന്റെ മുമ്പായിട്ട് അത് മുൻപിച്ച് പറഞ്ഞു. എന്തിനാണ്? മുബാലഗതൻ ഫിസ്തിദ്ആഇ ഇജാബ. ഇജാബത്ത് വേഗത്തിൽ നല്ല ഉടനടിയായി കിട്ടുന്ന അതിന് മുബാലക ചെയ്തുകൊണ്ടാണ് ആദ്യം റബ്ബി എന്ന് വിളിക്കുന്നത്. ദ്വാന മുമ്പിലെല്ലാം വെക്കും. അരിനെ എനിക്ക് കാണിച്ചു തരണം. കൈഫ തുഹ്യിൽ മൗത, മരിച്ച വസ്തുക്കളെ നീ ഹയാത്താക്കുന്ന കൈഫിയത്തൊന്ന് കാണിച്ചു തരണം എന്ന് പറഞ്ഞു. അപ്പം ഇപ്പം കാണാനാ ചോദ്യം. അപ്പം ആദ്യം തന്നെ എത്തിക്കാതുണ്ട്. ഐ ബസ്സിർനി, എനിക്കിതാ എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ കാണിച്ചു തരണം. കൈഫ ഇഹ്യാഇക ലിൽ മൗത, മരിച്ച ആളെ നീ ഹയാത്താക്കുന്നതിൻ്റെ കോലം ഒന്ന് കണ്ണുകൊണ്ട് കാണിച്ചു തരണം എന്ന് പറഞ്ഞു. അതെങ്ങനെ? ബി അൻ തുഹ്യിയഹ, മരിച്ച വസ്തുക്കളെ നീ ഹയാത്താക്കുക. വാന അൻദുറു ഇലൈഹ, ഞാനിങ്ങനെ അതിലേക്ക് നോക്കിക്കാണും. ആ രീതിയിൽ. വൈന്നം, അപ്പോൾ ഇത് മരിക്കുന്ന വിശ്വാസം ഇല്ലാത്തത് കൊണ്ടല്ല. വൈന്നമ സഅല ദാലിക, ഈ ഹയാത്താക്കുന്ന കൈഫിയത്ത് ചോദിച്ചല്ലോ, അത് ലിയസീറ ഇൽമുഹു ഇയാനൻ, ആ മൂപ്പരുടെ ഇൽമ എന്താക്കണം? ഇയാനാകണം. ഇൽമു പറഞ്ഞിട്ട് ഇയാനനാകണം. അത് ഇൽമു അറിവിലെല്ലാം ഉണ്ടാകില്ലേ, അത് ഇയാനനാവുക. വഖദ് ശറഫഹു അല്ലാഹു തആല ബി ഐനിൽ യഖീൻ കൊണ്ട് അല്ലാഹു തആല നേരത്തെ തശ്രീഫാക്കിയിട്ടുണ്ട്. അംബിയാ മുർസലീങ്ങളെ ഈമാനെല്ലാം എന്തായിരിക്കും? അപ്പം നമ്മൾ സാധാരണ അഖീദന്റെ തർത്തീബ് പറഞ്ഞ ഹക്കുൽ യഖീൻ ആക്കലാണ്. അതെ, ഇൽമുൽ യഖീന്, ഐനുൽ യഖീന്, ഹക്കുൽ യഖീൻ. അപ്പോൾ ഇവിടെ ഐനുൽ യഖീൻ എന്ന് പറയുമ്പോൾ മൂപ്പർ അലാമക്കാമത്താണ് ഇവിടെ എണ്ണിയത്. അതുകൊണ്ടാണ് അഖീദക്കാരും സൂഫിയാക്കളും തമ്മിൽ ഈ വിഷയത്തിൽ ചെറിയൊരു ഖിലാഫുണ്ട്. മുമ്പേ പഠിച്ചതാണ്. മറ്റേ അഖീദയിൽ ഓതുമ്പോൾ എന്താക്കും? ഇൽമുൽ യഖീന്, ഐനുൽ യഖീന്, ഹക്കുൽ യഖീനാണ് ഇത് കണ്ണുകൊണ്ട് കാണല്. അതിനെത്രയോ ഉദാഹരണം പറഞ്ഞിട്ട് ഉദാഹരണം കൊണ്ട് നിറഞ്ഞു വരും. അതേ അവസരത്തിൽ സൂഫിയാക്കൾ അടുക്കൽ ഹക്കുൽ യഖീനി പരലോകത്തെ ഉണ്ടാവുമെന്നാണ് അവാരിഫിൽ മാരിഫിൽ ഞാൻ മോദിയത്. അപ്പോൾ അവർ തുടങ്ങുന്നതിൻ്റെ ഇടുന്ന
ഇൽമുൽ യക്കീൻ ഒഴിവാക്കിയിട്ട് ഐനുൽ യക്കീന് ഹക്കുൽ യക്കീൻ ആക്കിയിട്ടാണ് എന്താക്കല്? ഇൽമുൽ യക്കീൻ, ഐനുൽ യക്കീൻ, ഹക്കുൽ യക്കീൻ. ഹക്കുൽ യക്കീന് ഇവിടെയുള്ള ഹക്കുൽ യക്കീൻ പരലോകത്തെ ഉണ്ടാവുള്ളൂ എന്ന് അവാരിഫിൽ ഇതുണ്ട്. അപ്പം മൂപ്പർ സൂഫിയത്തിൻ്റെ ഭാഗത്തെ കൂടി പോയിട്ടാ പറയുന്നത് ഐനുൽ യക്കീൻ്റെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഹക്കുൽ യക്കീൻ ഉണ്ടാകാനാ പോകുന്നത്. ഇൽമുൽ യക്കീൻ പിന്നെ നാടന്മാർക്കും ഉണ്ടല്ലോ. നാടൻ മോമിനിങ്ങൾക്കും ഇൽമുൽ യക്കീൻ ഇല്ലെങ്കിൽ പിന്നെ മോമിനേ അല്ലല്ലോ. പറഞ്ഞ ഒരു ഖബറിനെ അംഗീകരിച്ചു കൊണ്ടിട്ട് അത് അംഗീകാരം കൊടുക്കാനല്ല, അത് തക്രീതല്ല അതിലുണ്ടായിരുന്നു. അത് ആരില്ലെങ്കിൽ പിന്നെ മോമിനായിട്ടേ ഇല്ലല്ലോ. അപ്പൊ ഇവിടെ പക്ഷെ നമ്മൾ ചർച്ച എവിടെയാണ്? അല്ലദീഹുവ അലൽ മഖാമാത്ത് എന്നാണ്. തസ്ദീഖാത്തിന്റെ അയലയാണ് ഐനുൽ യഖീൻ എന്ന് പറയുമ്പോൾ അഖീദന്റെ ഉലമാഇന്റെ അടുക്കൽ നടുക്കിയാകുന്നുള്ളൂ. ഇൽമുൽ യഖീൻ, ഐനുൽ യഖീൻ, ഹക്കുൽ യഖീൻ. ഇത് സൂഫിയത്തിന് തർത്തീബായി. അപ്പൊ ഇവിടെ വെച്ചിട്ട് ഇൽമുൽ യഖീനും ഐനുൽ യഖീനും കിട്ടും, പരലോകത്ത് വെച്ചിട്ട് ഹക്കുൽ യഖീനും കിട്ടും. ഇതാണ് സൂഫിയത്തിന്റെ മദ്ഹബ്. അതുകൊണ്ടാണ് അയലൽ മഖാമാത്ത് എന്ന് പറഞ്ഞു. ദുന്യാവിൽ കിട്ടുന്ന അയലൽ മഖാമാത്ത് ഇവിടെ കിട്ടിയിരുന്നു. അഖീദൻ ഉലമാഇന്റെ അടുക്കൽ എന്തുണ്ട്? ഇൽമുൽ യഖീനും ഐനുൽ യഖീനും ഹക്കുൽ യഖീനും 25 കിട്ടും. അപ്പൊ ഹക്കുൽ യഖീൻ്റെ അപ്പുറം എന്താണെന്നാണ് അത് കുറച്ച് കൂടുതൽ തെളിവ്, സമ്പൂർണമായ തെളിവോടുകൂടി പരലോകത്ത് കിട്ടും. അതിനുള്ള ഖസാലി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, നമ്മൾ രാവിലെ സുബ്ഹിക്ക് പള്ളിയിൽ പോകുമ്പോൾ ഒരു സാധനം എടുക്കണം. അത് പോത്താണോ മൂരിയാണോ എന്താ സാധനം തിരിയുന്നില്ല. നേരം വെളുത്തി സൂര്യൻ ഉദിച്ച് തിരിഞ്ഞപാടെ രാത്രി കണ്ട അതേ സാധനം തന്നെയാണ് അവിടെ ഉള്ളത്, അതേ സ്ഥലവും. പക്ഷെ എന്താക്കും, സാധനം കുറച്ചും കൂടെ ഉദുവായിട്ട് നന്നായിട്ട് തിരിയും. അപ്പൊ അയലൽ മഖാമാത്ത് എന്ന് പറഞ്ഞതിലാണ് നമ്മളെ ചർച്ച. അപ്പൊ അംബിയാ മുർസലീങ്ങളെല്ലാം അയലൽ മഖാമാത്തിന്റെ ആളുകളാണ്. അസ്ഹാബിമാരെല്ലാം ഹക്കുൽ യഖീൻ അഹ്ലുകാരാണ്. എന്തുകൊണ്ട്? ഹക്കുൽ യഖീന് കേന്ദ്രം തന്നെ അവരുടെ മുമ്പിലുണ്ടല്ലോ. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടുള്ള ഇത്തിഖാദ് എന്തല്ല, തഖ്ലീദല്ല എന്ന് പറഞ്ഞത്. ദലീലിൽ കൂടി പഠിക്കലല്ലേ ഇൽമുൽ യഖീൻ വിട്ട് ഐനുൽ യഖീൻ ഉണ്ടായില്ലേ. തങ്ങൾ തന്നെ ദലീലാന്നല്ലോ. അതന്നെ. റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, അവലം തുഅ്മിൻ, നിങ്ങൾക്ക് വിശ്വസിക്കുന്നില്ലേ? അലം തഅലം യഖീനൻ, അതാ യഖീനായിട്ട് നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ? ബിഅന്നി ഖാദിറുൻ അലൽ ഇഹ്യാ, ഹയാത്താക്കാൻ ഞാൻ കഴിവുള്ളവനാണ് എന്നുള്ളത് യഖീനായിട്ട് നിങ്ങൾക്ക് അറിയില്ലേ? ഖാല ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു, ബലാ, അതുണ്ട്, കണ്ടാലേ വിശ്വസിക്കുന്നില്ല. അലിംതു വ ആമന്തു ബിദാലിക്, അത് ഞാൻ അറിയുകയും അതുകൊണ്ട് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതാണ് അലിംതുനപ്പുറം ആമന്തും കൂടെ കൂട്ടിയിട്ടതാണ്. വിശ്വസിക്കാണ്ടും ഇൽമുണ്ടെന്ന് അറിയാലോ ആണെങ്കിൽ. അവന്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ മതി, എന്നാൽ തന്നെ ഇൽമയില്ലേ. മന്ദത്തിനാക്കൾ ഇൽമെന്താണ്? ശ്രദ്ധയിൽപ്പെട്ടാൽ മതി. അത് ഹക്കോ ബാത്തിലോ നേരോ കളകോ അങ്ങനത്തെ സംഭവം ഉണ്ടോന്നൊന്നുമില്ല. പിന്നെ അക്കല് ചോദിക്കും, അങ്ങനെ ഉണ്ടാവും. ഈ ചെയ്യുമ്പോൾ ചെയ്യും കഞ്ഞി വെച്ചു എന്ന് പറഞ്ഞാൽ മുമ്പത്തെ ഖബറും കൂടെ കൂടി എന്തായി? മന്ദത്തിനാക്കളുടെ ഇൽമായി. അപ്പോൾ ഈ ചെയ്യും അങ്ങനെ കഞ്ഞി വെക്കലുണ്ടോ എന്നൊക്കെ ചോദ്യത്തിന് ഉത്തരം കാണേണ്ട വേറെ പരിപാടിയാണ്. ഇല്ല, തസ്ദീഖോട് കൂടിയുള്ള നല്ല ആ സംശയങ്ങൾക്കെല്ലാം മറുപടി കൊടുത്താലാണ് ഇത് വഅലം അന്നഹു. അപ്പോൾ ശറഇൽ പറയുന്ന ഇൽമേതാന്ന്? തസ്ദീഖോട് കൂടിയുള്ളതാണ്. ഇത് ആമ്പണം. വലാകിൻ, എങ്കിലും സഅൽതു മാ സഅൽതു, ഞാൻ ചോദിച്ചെന്തിനാന്നറിയോ? ലിയത്മഇന്ന ഖൽബി, എൻ്റെ കൽബ് എന്താകണം? കുറച്ചും തുമനീനത്താകാൻ. അപ്പം അതെന്താകണം? ദുന്യാവിൽ തന്നെ ഹക്കുൽ യഖീനാകും. അലിയസ്കുന വയഹ്സുല തുമനീനത്തുൻ, കൽബിന് തുമനീനത്ത് കിട്ടാനും കൽബിന് അടങ്ങാനും ബിൽ മുആയനത്ത് കൊണ്ട്, കണ്ണുകൊണ്ട് കണ്ടില്ലേ. അതുകൊണ്ട് ഫൈന ഐനൽ യഖീനി യുജിബു തുമനീനത്ത, ഐനുൽ യഖീൻ എന്താക്കും? തുമനീനത്ത് ഉണ്ടാക്കി തീർക്കും. എന്നാണ് ലാ ഇൽമുഹു, ഇൽമുൽ യഖീൻ തുമനീനത്ത് ഉണ്ടായിക്കൊള്ളുന്നില്ല. ഇൽമിനെ അല്ലാന്നല്ല, ഇൽമ് അല്ല, നമ്മളെ മർത്തബയിൽ ഇൽമുൽ യഖീനുണ്ട്. ഇൽമുൽ യഖീൻ ഉണ്ടായിക്കൊള്ളുന്നില്ല. ഓരോടക്കൽ ഇപ്പം എന്താണ് ഇപ്പോൾ ഉള്ളത്? ഇൽമുൽ യഖീനുള്ളത്. നാടന്മാരോട് ഇൽമുൽ യഖീൻ ഒഴിവാക്കി. അതുകൊണ്ടല്ലേ നമ്മ പണ്ടേ ഓതുന്ന ആയത്തിനില്ലേന്ന്.
നബഹല്ലാഹു സുബ്ഹാനഹു വ തആല എന്നിട്ട് അല തറായിക്ക് എന്താണ് ആ മെഹദി മുലന്റെ ഇബാറത്തിലുണ്ട്, ഇമാം തൈബീന്റെ ഇബാറത്ത്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വബ്തഗൂ ഇലൈഹിൽ വസീല വജാഹിദൂ ഫീ സബീലിഹി ലഅല്ലകും തുഫ്ലിഹൂൻ. അതാ നബഹല്ലാഹു സുബ്ഹാനഹു വ തആല ബിഹാദിഹിൽ ആയത്തി അഹ്ല തറായിഖ്, തറായിഖിന്റെ അഹ്ലുകാരെ ദമ്മലി അലാ അന്ന റജാ അൽ ഫലാഹിൽ ഹഖീഖിയ്യ ലഅല്ലകും തുഫ്ലിഹൂൻ എന്നാണ് പഠിക്കുന്നത്. ഫലാഹ് നാമമാത്രമായ ഫലാഹ്, ദുനിയാവ് താൽക്കാലികമായ ഫലാഹ് പോലെ ഫലാഹുൽ ഹഖീഖി. മുതവഖഫുൻ അതാണ് അലാ റജാ എന്ന് ലഅല്ല ഇട്ടിട്ട് പറഞ്ഞുകൊണ്ട്. മുതവഖഫുൻ അലാ അർബഅത്തി അഅമാലിൻ മിന ദഖായിഖ്, 4 കാര്യത്തിൻ്റെ മുകളിൽ. ശരിയേറ്റം ഇത് കാണപ്പെടുന്നുണ്ട്. അഹദുഹ ഒന്നെന്താണ് അൽ ഈമാൻ. യാ അയ്യുഹല്ലദീന ആമനൂ എന്നാ പഠിക്കുന്നത്. അൽ ഈമാൻ അൽ മുതഅക്കദ് ബിൽ ബുർഹാൻ അൽ മുതഅയ്യിദ് ബിൽ മുകാശഫത്തി വൽ ലയ്യാൻ. ഇവിടെ എന്താക്കി 2 മർത്തബ പഠിച്ചിട്ടുള്ളൂ. ആദ്യത്തെ ഇൽമുൽ ഒഴിവാക്കി, തക്രീർ ഓരെടുക്കൽ ഒരു ചെയ്യുമല്ല. എന്തുകൊണ്ട് വകുല്ലു മൻ ഖല്ലദ ഫിൽ എന്താണ് ഈമാനുഹു ലം യഖ്ലു അൻ തർദീബി എന്നല്ലേ ജവഹർത്തി പറഞ്ഞത്. മാത്രമല്ല ഖിലാഫും ഉണ്ടല്ലോ, തക്രീർ മതിയാവില്ല എന്ന് ഖിലാഫും ഉണ്ട്. അപ്പം ഖിലാഫുള്ള ആളൊന്നും ഇങ്ങോട്ട് എടുക്കൂല. അൽ മുതഅയ്യിദു ബുർഹാൻ കൊണ്ട് ശക്തിപ്പെടണം. അപ്പം എന്തായി ദലീലോടുകൂടി ആകുമ്പോൾ അഖീദൻ്റെ ഉലമാൻ്റെ അടുക്കൽ ഇൽമുൽ യഖീൻ പറ്റി അയിനുൽ യഖീൻ കൊണ്ടാവണം. അതിനപ്പുറം അൽ മുകാശഫത്ത് വല്ലിയാൻ ഹഖുൽ യഖീൻ. രണ്ടും 2 മർത്തബയാണ്. അതുകൊണ്ട് ഒന്നിന് തന്നെ സിഫത്ത് കൊടുത്തതല്ല. ബുർഹാൻ മാത്രം പോരാ, അൽ മുതഅയ്യിദ് ബിൽ മുകാശഫത്തി വല്ലിയാൻ. അപ്പോൾ ഓരോ 2 മർത്തബക്കാരെ ഉൾക്കൊള്ളുള്ളൂ തരീഖത്തിന്റെ അഹ്ലുകാർ. അപ്പോൾ ഒന്നേതാന്ന് മുതഅക്കദ് ബിൽ ബുർഹാനാണ്, മറ്റൊന്ന് അൽ മുതഅയ്യിദ് ബിൽ മുകാശഫത്തി വല്ലിയാനാണ്. അല്ലദീ യഖ്റുജു ബിഹിൽ അബ്ദു മിൻ അഖ്സാമി ശിർക്കി വത്തുഗ്യാൻ. എന്നാലേ എല്ലാ ശിർക്കും ഒഴിവായി കിട്ടുള്ളൂ. ശിർക്കിൻ്റെ അഖ്സാം ഏതാന്ന് ജലിയും ഉണ്ടാവും, ഖഫിയും ഉണ്ടാവും. ജലിയതായിരിക്കും മഅബൂദ് മാറിപ്പോയാൽ ജലിയായി. മഅബൂദ് അവിടെ വെച്ചുകൊണ്ടെന്നാൽ മഖ്സൂദ് മാറും. അല്ല തന്നെ മഅബൂദ്, പക്ഷേ ഞാനൊക്കെ എന്തൊക്കെ ആജിക്കാനെ ബോധ്യപ്പെടുത്താനാണ്. ആജിക്കെന്തല്ല മഅബൂദല്ല, പക്ഷേ പണിയിൽ മഖ്സൂദായി പോയി. കമ്മിറ്റിക്കാരെ ബോധ്യപ്പെടുത്താൻ അൽ ഫാത്തിഹ, അതല്ലെങ്കിൽ വേറെന്ത് പറഞ്ഞു. അപ്പം എൻ്റെ മഅബൂദാരുടെ മഅബൂദല്ല, ഇപ്പോഴുള്ള മഖ്സൂദ് ഏത്? കമ്മിറ്റി. അപ്പം മഖ്സൂദെല്ലാം മഅബൂദായിക്കൊള്ളുന്നില്ല, മഅബൂദ് മഖ്സൂദായി. അപ്പം അഹസ് ഒമാമ ഖുസൂസും മുത്തലഖ് ഉണ്ടായിട്ടുണ്ട്. അതാ അതാണ് ഫഇന്ന ഐനുൽ യഖീൻ. ഐനുൽ യഖീനാണ് യൂജിബു തുമഅനീനത്തിന് ഉണ്ടാക്കി കൊടുക്കുക. ലാ ഇൽമുഹു ഇൽമുൽ യഖീൻ തുമഅനീനത്തിന് ഉണ്ടാക്കി കൊടുക്കൂല എന്നാണ്. ഇൽമിനെ എല്ലാം എന്നല്ല അർത്ഥം വെക്കുന്നത്. ഖാല റബ്ബുഹു, റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇൻ അറദ്ത ദാലിക, അങ്ങനെ ഉദ്ദേശമുണ്ടെങ്കിൽ കാണണോ. അതിനാ കൂട്ടി കൊടുക്കുന്നത് ഫഖുദ് എന്നുള്ള ഫാ ഒരു മഹ്ദൂഫായ ഷർത്തിന്റെ ജവാബാണ്. ഫഖുദ്. ഓ അങ്ങനെ എനിക്ക് താല്പര്യമുണ്ടോ? എന്നാ പിടിച്ചോ. 4 പക്ഷികളെ, താവൂസ്, ബീക്ക്, ഉറാബ്, പിന്നെ ഹമാമത്ത്. താവൂസ് ഏതാ? മയില്. പിന്നെ കോഴി, കാക്ക. ഹമാമത്ത് എന്നാണ് സാധാരണ എന്തെന്നാ പറയപ്പെടല്. താവൂസുന ദീക്കുൻ ഖുറാബുൻ നസ്റൂന്ന് മമ്പർത്ത കുത്തുബുസമാൻ പറഞ്ഞില്ലേ? താവൂസുന ദീക്കുൻ ഖുറാബുൻ നസ്റൂൻ. ഞാൻ ചോദിക്കുന്നത് വൈന്നമാ ഹസ്സത്തെ, എന്നാ പിന്നെ ഒരു 4 ആട്ടിനെ പിടിച്ചോന്ന് പറഞ്ഞൂടെ? അതല്ലേ? അപ്പോൾ മാത്രമല്ല പക്ഷികളെടുക്കുമ്പം തന്നെ ഈ 4 പക്ഷി ആയതുകൊണ്ട് അപ്പം അതാണ് കിബ്റും വശഹവാത്തും വഹറസും വൽ ഉജ്ബ്
ഈ 4 ഖാസത്തുണ്ട്, ഓരോ അഖ്ലാഖുണ്ട്. ഇത് മനുഷ്യനിലുണ്ട്. അപ്പോൾ അതിൽ ഇശാറത്തിൽ കൂടി ഞങ്ങൾക്ക് എന്താക്കണം, ഹക്കുൽ യഖീൻ കിട്ടണമെങ്കിൽ ഈ 4 അറുക്കണമെന്നുള്ള സൂചന ഉണ്ടെന്നാണ്. അത് പോത്തിനെ പിടിച്ചാലേ കിട്ടൂല. പ്രാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നെസർ എന്നാ പറയല്. പരുന്തെന്താക്കും, എല്ലാത്തിനും മേലെ പറക്കും. പണത്തിന്റെ മുമ്പിൽ പരുന്തും പറക്കൂല എന്നൊരു മുമ്പാലൊക്കെ പറയലുണ്ടല്ലോ. എന്നിട്ട് താഴേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ഞാൻ തന്നെ വലിയ ആള്. ഓനിക്ക് കിബിറ് കാട്ടാനൊന്നുമില്ല, ഇങ്ങനെ ഒതുങ്ങിക്കൂടാനല്ലുള്ളൂ. അതായത് താവൂസന് മയിൽപ്പേലി വളർത്തിയിട്ട് എന്താക്കും, കിബിറ് കാട്ടും. അതാണ് കിബിറുൻ വശഹവാത്തുൻ വഹിറുസും വല്ലുജുബ്. ലഫ്നശ്ര മുറത്ത വായിക്കും. അമൃത തങ്ങളിപ്പാപ്പ ആ ഒരു പാട്ട് പറഞ്ഞില്ലേ, അപ്പം അത് കിബ്റുൻ വശഹവത്തുൻ വഹിറുസുൻ വൽഉജ്ബ് വഹാദിഹി അഖ്ലാഖു അസ്ഹാബിൽ കദിബ്. വഇന്നമാ ഖസ്സത്തൈറ, പക്ഷികളെ ഖാസാക്കി എന്നതിന് ലിഅന്നഹു അഖ്റബു ഇലൽ ഇൻസാൻ, മനുഷ്യനെ കൊള്ള അക്രബാണത്. മറ്റുള്ള ജീവികളെ ഇഷ്ടം പോലെ പിടിച്ചാൽ കിട്ടില്ല. മാത്രമല്ല വഅജ്മഉൽ ഖവാസിൽ ഹയവാൻ, ഹയവാനിൻ്റെ ഖവാസെല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ടെന്നാണ്. കാരണം അതിന് കാലുള്ളതുകൊണ്ട് നടക്കുകയും ചെയ്യാം, ചിറകുള്ളതുകൊണ്ട് പറക്കുകയും ചെയ്യാം. ചില ഹയവാന് നടക്കുന്ന ആളല്ലേ, നടക്കുന്ന ആൾക്ക് പറക്കാൻ കഴിഞ്ഞോളുന്നില്ല. നമുക്ക് നടക്കാൻ കഴിയുമ്പോൾ പറക്കാൻ കഴിയുന്നില്ലല്ലോ. അപ്പം നടക്കാനും പറക്കാനും കഴിയും. എന്നിട്ടോ ഫസുറുഹുന്ന, അതെന്താക്കണം, നിങ്ങളെ കൊണ്ട് ചേർത്ത് പിടിക്കണം. ഉളുമുഹുന്ന വജ്മഉഹുന്ന ഇലൈക, നിങ്ങളെ കൊള്ളേ. എന്തിനാണ്? ലിതതഅമ്മലഹ വതഅരിഫ അഷ്കാലഹ മുഫസ്സലതൻ, ഓരോന്നിൻ്റെയും അഷ്കാലുണ്ടല്ലോ, 4 പക്ഷികളെ, അതിൻ്റെ കോലങ്ങളൊക്കെ തഫ്സീലായിട്ട് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കയ്യിൽ പിടിക്കണം. ഹത്താ തഅലമ ബഅദൽ ലിഹിയാ, ഇഹയ്യാന് ശേഷം നിങ്ങൾക്ക് തിരിയണം ആദ്യത്തെ പക്ഷി തന്നെയാണ് ഹയാത്തായിരുന്നു. അല്ലെങ്കിൽ ഇതങ്ങട്ട് വേറൊരു പക്ഷിനെ വെച്ചാൽ ഹയാത്താക്കിയെന്ന് തൽക്കാലം തോന്നിപ്പോകുമല്ലോ. അതാണ് ഹത്താ തഅലമ ബഅദൽ ലിഹിയാഇ അന്ന ജുസ്അൻ മിൻ അജ്സാഇഹാ, ഈ പക്ഷികളുടെ ഒരു ജുസ്ഉം ലം യൻതഖിൽ മിൻ മൗളിഇഹിൽ അവ്വലി, ആദ്യത്തെ മൗളിയിൽ നിന്ന് മാറ്റം വന്നിട്ടില്ല ആ സ്ഥലത്തീരെ. അപ്പം ഞാൻ അറുത്തിട്ട് ഓഹരി വെച്ച പക്ഷി തന്നെയാണ് തിരിച്ചു കിടന്നതെന്ന് ഉറപ്പാണ്. അതിനോട് ആതൊന്ന് ഉറപ്പ് വരുത്തണം. റവിയ അന്നഹു ഉമിറ ബിഅൻ യദ്ബഹഹാ, കൽപ്പിക്കപ്പെട്ടു എന്ത്, അതിനറുക്കണം. വയൻതിഫ റീശഹാ, എന്നിട്ടോ അതിൻ്റെ രീശലിടും, തൂവലെല്ലാം പറിച്ച് കളയണം. അപ്പം ഒരു ഇറച്ചിയായി. വയഖതഅഹ, എന്നിട്ട് അതിനെ മുറിക്കണം. വയുഫർരിഖ അജ്സാഅഹ വലുഹൂമഹ, അതിൻ്റെ പാർട്സുകളും കംപ്ലീറ്റ് ലഹം അടക്കം. അജ്സാ പാർട്സ്, ലഹമ് മാത്രം പറഞ്ഞാൽ പാർട്സ് ഇപ്പോൾ കോയിനെ വാങ്ങുമെന്ന് അറിയാല്ല. പാർട്സ് എടുത്തിട്ട് കൊട്ടയിലിട്ടിട്ട് ലഹമ് മാത്രം തരും. ഇത് ചിക്കൻ പാർട്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് വേറെ കൂട്ടം വക്കലുണ്ടല്ലോ. അപ്പോൾ അജ്സാവും ലഹമും എല്ലാം വരി വെക്കണം. എന്നിട്ട് വയുംസിക റുഊസഹ, തല നിങ്ങൾ കൈമ പിടിച്ചോ. സുമ്മ ഉമിറ, പിന്നെ കൽപ്പിക്കപ്പെട്ടു ബിഅൻ യജ്അല അജ്സാഅഹ, അതിൻ്റെ അജ്സാക്കളാക്കണം. അലൽ ജിബാലി, പർവ്വതത്തിൻ്റെ മേലെ 4 ഓഹരി വെച്ചിട്ട്. അപ്പോൾ അവിടെയുള്ള പർവ്വതം എന്നല്ലാണ്ട് എല്ലാ പർവ്വതത്തിലും അമ്മർക്ക് യുദ്ധം വരുന്നില്ല. വദാലിക ഖൗലുഹു തആല, അതാണ് അല്ലാഹു തആല പറഞ്ഞത്, സുമ്മ ജഅൽ അലാ കുല്ലി ജബലിൻ മിൻഹുന്ന ജുസ്ആൻ, സുമ്മ ജഅൽ അലാ കുല്ലി ജബലിൻ മിനൽ ജിബാലി അല്ലതി ബിഹദ്റതിക, നിങ്ങളുടെ മുമ്പിലുള്ള പർവ്വതം. അല്ലാണ്ട് കൊല്ല് ജബലാക്കുമ്പോൾ ലോകൊട്ടാകെ ജബൽ എന്നല്ല. അപ്പോൾ ഇസ്തിഖറാക്കെന്നല്ല, ഇസ്തിഖറാക്ക് ഖാസ് എന്ന് പറയും, അല്ലെങ്കിൽ ഹഖീഖി. എന്നുവെച്ചാൽ ലോകത്തുള്ള എല്ലാ പർവ്വതം എടുത്തു കഴിഞ്ഞാൽ ഒരൊറ്റ പർവ്വതം ഒഴിവാക്കാതെ കണ്ട് ആക്കിയ കൊല്ല് ജബൽ എന്താക്കി ഇസ്തിഖറാക്ക്. ഇസ്തിഖറാക്ക് ഇലാഫി എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടപ്പെട്ടതിൻ്റെ എല്ലാം. ഇവിടെ പറയുമ്പോൾ ക്ലാസ് തുടങ്ങുക എല്ലാവരും എത്തിയെന്ന്, ലോകത്തെ എല്ലാവരും എത്തിയെന്നിട്ട് അർത്ഥം നോക്കാൻ. അപ്പോൾ ഇവിടെ വരാനുള്ള ആളുകൾ എല്ലാവരും എത്തിയെന്നേ അർത്ഥമുള്ളൂ. അതിനെ ഇസ്തിഖറാക്ക് ഇലാഫി എന്ന് പറയുന്നു.
അതാണ് ബി ഹലറത്തിക്കാന്ന് കൂട്ടിയത്. നിങ്ങളുടെ സാന്നിധ്യത്തിലുള്ള എല്ലാ മലയും. വക്കാനത്തെ അറുബായത്തന്നെ 4 മല ഉണ്ടായിരുന്നു. അങ്ങനെ 4 ഓഹരി ചെയ്ത് എന്നിട്ടോ ഫഖാല തആല അലാ കുല്ലി ജബലിൻ മിൻഹുന്ന അലാ കുല്ലി ജബലിൻ ഓരോ ജബലിൻ്റെ മേലെ വെക്കണം. മിൻഹുന്ന എന്ന് പറയുമ്പോൾ ലമീർ തൊയ്യൂറിലേക്കാണ് മടങ്ങുന്നത്. അതിനാ മൂപ്പർ അത് കൂട്ടിക്കൊടുത്തു. അല്ലെങ്കിലോ മിൻഹുന്ന എന്ന് പറയുമ്പോൾ ജബലിലേക്ക് മടക്കിയെങ്കിലോ എന്ന് തോന്നും. ജബലിലേക്ക് മടക്കും മിൻഹുന്ന എന്ന് പറയേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. അപ്പം പക്ഷികളിൽ നിന്നുള്ള ഓരോ ജുസ് എടുത്തിട്ട് ഓരോ ജുസ് എടുത്തിട്ട് അവിടെ വെക്കുക. ജബലിൻ്റെ മേലെ പിന്നെ അതിനെ വിളിച്ചോന്നു. കൊല്ലഹുന്ന തആലൈന ബിഇദ്നില്ലാഹ്. അപ്പം അബ്ദിൻ്റെ പ്രവർത്തനത്തിൽ എന്തുണ്ട്? ബിഇദ്നില്ലാഹി കൂട്ടിക്കൊടുത്താൽ അത് ഇലാഹിയായ മദദ് വന്ന് ഒരു കറണ്ട് കയറ്റി കൊടുക്കണം. അവിടെ അബ്ദിനെക്കുള്ള ഇലാഫത്ത് ഇബ്രാ എന്നുള്ളത് അബ്ദിലേക്കല്ലേ ചേർത്തേ. ബി ഇതിനില്ല എന്ന് പറയുമ്പോൾ അത് കറാമത്തോ മജൂസത്തോ ആയി മാറി. ഹഖീഖി വലിയ കുദറത്തിലേക്ക് പോയി. വഹയ്യൽ മൗത ആരാന്ന് ഫായില്? ഞാന്. അവിടെ ബി ഇതില്ല കൂട്ടിക്കൊടു. അപ്പം നിങ്ങളെ കൈമന്ന് വിട്ട് അത് മുകളിലേക്ക് പോയി. റമൈത്തൻ്റെ അങ്ങനെ തന്നെയല്ല സംഭവിച്ചത്. അപ്പം എല്ലാത്തിനും അള്ളാഹുവിൻ്റെ ദിക്ർ വന്നു കഴിഞ്ഞാൽ വലിയൊരു പവർ അതിനുണ്ടെന്ന് ഇപ്പം വന്നു. യഅ്തീനക അത് നിങ്ങളിലേക്ക് വരും. സഅയൻ അല്ല ഐ സാഇയാത്തിൻ മുസ്രിആത്തിൻ തയറാൻ വളരെ വേഗത്തിലും ഓടിക്കൊണ്ടും പറന്നുകൊണ്ടും വരും. ഫഫഅല കുല്ലമാ ഉമിർ മൂപ്പർ കൽപ്പിക്കപ്പെട്ടതെല്ലാം ചെയ്ത്. അപ്പം ഫജഅല കുല്ലു ജുസ്ഇൻ യതീറു ഇലാ ആഖർ ഓരോ ജുസും മറ്റേലേക്ക് പറക്കുന്നു. കാരണം ഓരോന്നിനുണ്ട് 4 കൂട്ട്. അപ്പം ഇതിൻ്റെ ഒരു ഓഹരി അമ്മലമ്മലുണ്ടാവും. അപ്പം എ ബി സി ഡി എന്നുള്ള മലയാളം എയിൽ നിന്നുള്ള ജുസ് എന്താക്കും? ഇതിൻ്റെ ബാക്കി എവിടെയാണോ അടുത്തേക്ക്, ഇതിൻ്റെ ബാക്കിയാണ് ഇങ്ങോട്ടേക്ക്. ഇലാ മാ കാനത്ത് ഫജഅല ഹത്താ സാറത്ത് ജൂസസൻ അതോരോ തടികളായി മാറി. സുമ്മ അക്ബൽന പിന്നെ അതാ മുന്നോട്ട് വരുന്നു. ഫന്നമ്മത്ത് കൊല്ലു ജുസത്തിൻ ഇലാ റഅസിഹ ആ തടി വന്നിട്ട് തല എവിടെയുള്ളത്? തലയിലേക്ക് ചേരുന്നു. ഫആദത്ത് കുല്ലു വാഹിദത്തിൻ ഓരോന്നും മടങ്ങി ഇലാ മാ കാനത്ത് അലൈഹി മിനൽ ഹൈഅത്തി മുമ്പേയുള്ള കോലം എന്താണോ അടുത്തേക്ക് മടങ്ങി വന്നു. വജഅല ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം യൻളുറു നോക്കുന്നു. തഅജ്ജബു അപ്പോൾ അജബ് കണ്ട് അതാണ് തീർന്നത്. വഅലം അന്നല്ലാഹ അസീസുൻ ഹകീം അല്ലാഹു സുബ്ഹാനഹു വതആല അസീസ് എന്ന ഖാലിബുൻ അലാ അംദിഹി എന്ന് വെച്ചാൽ അവൻ്റെ കാര്യത്തിൽ അവൻ മികച്ചവനാണ്. അവൻ്റെ ഇറാദത്തിനോ ഖുദ്റത്തിനോ മറികടക്കാൻ ആർക്കും കഴിയൂല. ലാ യുഅ്ജിസുഹു ഷൈഉൻ ഒന്നും അല്ലാഹു തആലാനെ പരാജയപ്പെടുത്തൂല. അമ്മാ യുരീദു അല്ലാഹു എന്നാണ് ഉദ്ദേശിച്ചത് അതിനെ തൊട്ട്. ഇനിയിപ്പം പറഞ്ഞ കണ്ട മാരിഫത്തുകാർ എല്ലാവരും കൂടെ അള്ളാഹനെ തോൽപ്പിക്കാൻ കഴിയുമല്ലോ. അള്ളാഹ് നടക്കാൻ കഴിയുന്നവരെത്തി വലിയ ടേപ്പ് എടുത്തിട്ട് അള്ളാഹ് നടക്കാൻ കഴിയുമോ? അന്ന് ടേപ്പിലേക്കൊന്നും പറഞ്ഞു. അവൻ പറഞ്ഞിട്ട് ഞാൻ കൽമ്പിന് ശേഷം എൻ്റെ ഫോണും പോയി. ഇപ്പോൾ ഹകീമുൻ ദൂ ഹിക്മത്തിൻ ബാലിഗത്തിൻ ഫീ അഫാഇലിഹി വഅഅമാലിഹി അവൻ ബാലിഗായ അങ്ങേറ്റത്തെ ഹിക്മത്തുടയവനാണ് അവൻ്റെ പ്രവർത്തനങ്ങളിലും അഅമാലിലും എല്ലാത്തിലും. അതെല്ലായിടത്തും എനിക്ക് ഇഷ്ടം. അപ്പം മരിച്ചാൾ ഹയാത്താക്കിയ 3 കിസ്സ ഓരോന്നിലുള്ളത്. പാവങ്ങളായ ആളുകൾ വിജയിച്ചതാണ് എവിടെ ഉള്ളത്? താലൂട്ടിൻ്റെ കിസ്സയിൽ. ബാക്കി 3 എണ്ണത്തിൽ എന്തല്ല? ഒന്ന് താവൂനെ പേടിച്ചിട്ട് പോയാൾ മരിച്ചിട്ട് വീണ്ടും. പിന്നെ ഹുസൈനെയും മരിച്ചാൾ ഹയാത്താക്കിയ സംഭവമാണ്. ഇവിടെയും പക്ഷിനെ ഹയാത്താക്കി കാണിച്ചതും 3 സംഭവം. ചുരുക്കത്തിന് അള്ളാഹുവിൻ്റെ ഖുദ്റത്തിൻ്റെ ആ വണ്ണ വലിപ്പം അറിയേണ്ടത്. ഈ ലോകത്തുള്ള അള്ളാഹു അല്ലാത്ത ബാക്കിയെല്ലാ സാധനം മുംകിനാത്താണ്. മുംകിനാത്തായ സാധനത്തിന് അള്ളാഹു ആണ് എന്താക്കി അതിമിൽ നിന്ന് പുറത്തുണ്ടാകും. അതിമിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന സാധനത്തിന് എന്താക്കാം മറ്റൊന്നാക്കി മറിക്കാൻ
അവല കൊണ്ടും കഴിവുണ്ടാവുമല്ലോ. നല്ല അലയ്യ ഹയ്യനുൻ. അപ്പൊ ഇത്ര വലിയ ലോകം അള്ളാഹ് ഒതുങ്ങോന്ന് ചോദിക്കുന്നത് നമുക്കൊന്നുണ്ടാകുന്ന അള്ളാഹിനെ ചെറുതായി കണ്ടിട്ടാന്ന്. അങ്ങനെയാണെങ്കിൽ ഇതിനെക്കുറിച്ച് ഓരോരോ വണ്ടി പോക്കുന്ന ലോകം മുഴുവനും പിടിച്ചടക്കിയിട്ട് ഇത്ര കണ്ടത്തിൽ മനുഷ്യനെ അതിനെ ദേശം നിയന്ത്രിക്കുന്നു. വലിയ തീവണ്ടി കമ്പാർട്ട്മെന്റ് കണക്ക് ഇത്ര വണ്ടി വന്ന് അങ്ങുന്നു. ഞാനിങ്ങനെ നോക്കിയിരുന്നു, വന്ന ബസ്സിനിടയ്ക്ക് നോക്കി ഇതെങ്ങനെയാന്ന് വീടിന് പിടിച്ചെടുക്കുകയായിരുന്നു. ഒന്ന് പിടിച്ചെടുക്കുമ്പോൾ ഇങ്ങനെ തിരിഞ്ഞ് വരുമ്പോൾ അവിടെ ചമന്ന് വിട്ടണം, ഇവിടെ ചമന്ന് വിട്ടണം, മറ്റേ ബാല് പുറത്ത് പോകണം, അതിനെത്രൂട്ടം കീക്കിങ് ചെയ്യണം. ഒറ്റത്തിരിക്കുന്നോടൊന്നും കീക്കിങ്ങല്ലോ, ഏടും തട്ടിയിട്ടില്ല, മുട്ടിയിട്ടില്ല, ഒന്നും ആയിട്ടില്ല. ഇത്ര അതിനെ നീട്ടോ വീടുന്ന് തുടങ്ങി പമ്പ് വരെ നീട്ടുണ്ടായിരുന്നു. അപ്പൊ അവൻ്റെ ആ തിരിച്ചല്ല ഈ വണ്ടി യന്ത്രിക്കാൻ കഴിഞ്ഞെങ്കിൽ ഇന്ന് ലോകത്തിന്റെ മുതബിത് അല്ലയാന്നല്ലോ, വേറെ ആരുമല്ലല്ല. മുതബിത് ആരാന്ന് അല്ലയാന്ന്, വേറെ ആ കൂട്ടുകൊടുത്താൽ നമ്മൾ സമ്മതിക്കൂല. അല്ലെങ്കിൽ പിന്നെ എന്താണ് രണ്ടാളത്തിന് ആവശ്യം ഇവിടെ? അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും ഒരാൾ റെസ്റ്റ് എടുക്കണം. ചെറിയൊരു കാര്യം ചെയ്യാൻ ഒരു വൃക്കിനെ കൊല്ലാൻ വേണ്ടി ഒരു പാർട്ടിക്കാര ആയുധം എടുത്തിട്ട് വരണ ഒരു വലിയൊരു ജമാഅത്ത് വരുന്നത് അവിടെ വന്ന് പ്രസ്ഥാനൻ്റെ വരക്ക് ഒരു വൃക്കിനെ കൊല്ലാനുണ്ട്. അപ്പം ഇത്രയും നാൾ പണിയെടുക്കേണ്ട സാധനമാണ് ഈ കൊതുവിനെ കൊല്ലൽ എന്ന് പറഞ്ഞ സാധനം. ഇവിടെ സ്വിച്ച് പറിച്ച തോട്ടമുണ്ടായിരുന്നു ചുമരും വരി. കുറച്ച് പണി ആരെങ്കിലും വേണം ആവശ്യമുള്ള 2 ആണുങ്ങളെയും 2 പെണ്ണുങ്ങളെ അയച്ചു. അപ്പോൾ ഇവന് ഈ കോൺട്രാക്ടർ എന്താക്കുന്ന ആരെയോ പണിക്കുന്ന എല്ലാവരും കൊണ്ട് പറഞ്ഞയച്ച് സ്വിച്ചിൻ്റെ ഒട്ടയടക്കാൻ അവർക്ക് വൈകുന്നേരം അവിടെ പണിയുണ്ടാകും. കുറച്ച് കല്ലും തിരിച്ച് മാരി തേച്ചാൽ 2 മിനിറ്റ് കൊണ്ട് സംഗതി തീർന്നു. ഇതൊക്കെയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം 4 ആളെ കൂലി കൊടുക്കണം. അപ്പൊ ആ അത്ര നിസ്സാരമായ പണിക്ക് അന്ന് തദ്ബീർ ചെയ്യുന്നത് പിന്നെ വേറെ ആളെ കൂട്ടുന്നു. എന്നാൽ പിന്നെ നീ പണിയെടുത്താൽ ഞാൻ തൽക്കാലം റെസ്റ്റ് എടുക്കാൻ തന്നു. അള്ള പറയുന്നത് എനിക്ക് റെസ്റ്റ് ഇല്ല. ഒരു അല്ലയും വേറൊരാളും കൂടെ കൂടാൻ മാത്രമുള്ള പണിയിടില്ലല്ലോ, വേസ്റ്റ് അല്ലേ? നിങ്ങൾ തന്നെ പറ. സ്വിച്ചിൻ്റെ ഓട്ട അടക്കാൻ വേണ്ടിയിട്ട് ഈ സ്വിച്ച് പൂരിയ തോട്ടുണ്ടല്ലോ, അപ്പ ആ അടക്കാൻ വേണ്ടി 2 ആണുങ്ങളും 2 പെണ്ണുങ്ങളും വരേണ്ട ആവശ്യമുണ്ടാകും. പിന്നെ പറഞ്ഞ് മുബാലക അവനുണ്ടെന്നല്ലോ ആക്കി ചുരുക്കത്തിൽ. ഇനി പറയാം, നല്ലൊരു ഉപമ. ഇവിടുന്ന് അങ്ങോട്ട് സമ്പത്ത്, ഖൈറായ വിഷയത്തിൽ സമ്പത്ത് ചെലവാക്കുന്നതിൻ്റെ ഓരോ ഫളായിലുകളെ പറയും. ഇന്നങ്ങോട്ട് സദക്കാൻ مثل الذين ينفقون أموالهم في سبيل الله كمثل حبة أنبتت 7 سنابل في كل سنبلة 100 حبة والله يضاعف لمن يشاء والله واسع عليم. مثل الذين ينفقون أموالهم في سبيل الله, അവരുടെ സ്വത്ത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവാക്കുന്നവരുടെ ഉപമ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ചെലവാക്കുന്ന ആളാണ് ആരാത്? മുഷബ്ബഹായത്. ചെലവാക്കുന്ന ആളെ ഉദാഹരണം പറയുമ്പം മുഷബ്ബഹാരായി, ചെലവാക്കുന്ന ആളായി. എന്നിട്ടോ ചെലവാക്കപ്പെടുന്ന ആ മുഷബ്ബഹ് ബിഹിയതാക്ക മസലി ഹബ്ബത്തിൻ, ഒരു ധാന്യത്തിന്റെ മസല് പോലെ. അപ്പൊ സാധാരണ ഒരു നാത്തിനെ പിടിച്ചിട്ട് മറ്റു ഇത്ര ഉന്നതരായ നാത്തിനെ പിടിച്ചിട്ട് എന്താക്കൂല, ഹബ്ബത്തിനോട് ഒന്നിക്കാറില്ല. മുഷബ്ബഹും ബിഹിയും ഏതാണ്ടൊക്കെ ഉണ്ടേന്ന്. അതിനെന്താക്കി നെഫക്കാത്തൊന്ന് കൂട്ടി കൊടുത്ത് ചെലവാക്കലിന്റെ ഉമ്മാണ് സെഷന്ന് വിട്ട്, അതിനാണ് നഫക്കാത്തിന്ന് കൂട്ടിയത്. അപ്പൊ മുഷബ്ബഹ് ഏതാ സാധനം? നഫക്കാത്ത്. അത് മുഷബ്ബഹ് ബിഹി അല്ല, മുഷബ്ബഹ് ചെലവാക്കൽ, മുഷബ്ബഹ് ബിഹി ധാന്യം. അതാ ഫീ സബീലില്ലാഹി എന്ന് പറഞ്ഞ ഒരു മൊത്തത്തിൽ ആഴമായ വാക്കാണ്. അപ്പൊ ആരെല്ലാം ചെലവാക്കണം? മുമ്പ് വാതൽ മാല അലാ റബ്ബിഹി വബിൽ ഖുർബാ വൽ യതാമ വൽ മസാകീനി വബിൻ സബീലി വഫി ദിഖാബി എന്നൊക്കെ പല മാർഗങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം പെട്ടതിന് ഫീ സബീലില്ലാഹി. അതിന് മൂപ്പറെന്താക്കി ഫീ വജൂഹുൽ ഖൈറാത്ത്, ഖൈറായ എല്ലാ മാർഗവും.
മിനൽ വാജിബി അതിൽ വാജിബ് ഉണ്ടാകാം, സക്കാത്ത് പോലെ, വൻ നഫിലി സുന്നത്തും ഉണ്ടാകാം അല്ലേ. ഇനി വഖുദ്ദിറ ഫിൽ കലാമി ഈ കലാമിൽ തക്ദീറാക്കപ്പെട്ടു ഇവിടെ ഹദ്ഫുൻ കളയപ്പെട്ട ഒരു മുശബ്ബഹ് നഫഖാത്ത് എന്ന് കലാമിലില്ലല്ലോ. അതെന്തിനാ? അന്നല്ലദീന യുൻഫിഖൂന പൈസ ചെലവാക്കുന്ന ആളുകൾ ലാ യുശബ്ബിഹുൽ ഹബ്ബത്തിനോട് സാദൃശ്യമാവൂല. പിടിച്ചാക്കിയെന്ന് ഹബ്ബത്തിനോട് ആ നഫഖാത്താകുന്ന പണിയാൻ എന്താക്കുന്ന തസ്ബീഹാക്കുക. ഒരു ധാന്യം നടലിലേക്ക് ധാന്യം നടാൻ കഴിയും, ചെലവാക്കാനും കഴിയും. ഹയവാനെ പിടിച്ചിട്ട് ജമാദിനോട് എന്താക്കാൻ പറ്റില്ല, മുമ്മിക്കാൻ പറ്റില്ല. ഒരു ധാന്യം പോലെയാണ് അത്. അൽ ഫല്ലാഹു സറഅഹാ ഫീ അർളിൻ ആമിറത്തിൻ ഒരു കൃഷിക്കാരൻ അതിനെ വിതച്ചു. ഫീ അർളിൻ ആമിറത്തിൻ നല്ല ഫലപുഷ്ടമായ വെള്ളവും വളവും എല്ലാം കൂടെ ഒത്തു കിട്ടുന്ന. അപ്പം എന്താണ്? ആമിറത്താണെങ്കിൽ അതിന് വെള്ളം വേണ്ടതിന് വെള്ളം വേണം, വളം വേണ്ടതിന് വളം വേണം, അതിന് മാർദ്ദം പദം വേണമെങ്കിൽ വേരോട്ടത്തിന് പദം വേണം. ഇതിനെ നശിപ്പിക്കുന്ന കളകളോ വിഷവസ്തുക്കളോ അതിലുണ്ടാകാൻ പാടില്ല. അതിലെന്താകും? നമ്മൾ മുത്തനാട്ടാണ് കൈപ്പോകും കേട്ടോ. അപ്പൊ ആമിറത്താകണം. എന്നെങ്കിലേ താഴെ പറയുന്ന വിത്ത് 7 കൊലയാഴ്ച മുളച്ചിട്ട് ഓരോന്നിലും 100 ധാന്യം, അപ്പൊ 700 ധാന്യം ഉണ്ടാകണമെങ്കിൽ ഈ സത്തം വെക്കണം. അതിലെന്തെല്ലാം തശ്ബീഹുണ്ട്? കൊടുക്കേണ്ട നല്ല രംഗത്തിനൊക്കെ ചിലവാകണമെന്നായിരുന്നു. അവൻ പടക്കം പൊട്ടിക്കാനും വേണ്ടാത്തതിനും അനാവശ്യങ്ങൾക്കും ആർഭാടങ്ങൾക്കും ചിലവാക്കിയാൽ ഈ ഫലം കിട്ടൂല എന്ന് തോന്നുന്നു. അതുകൊണ്ട് ആമിനത്തായ ഭൂമിയായിട്ടില്ല. അതുപോലെ നടുന്ന സാധനം വിത്ത് നന്നായിരിക്കണം. അപ്പൊ നിങ്ങളെ പൈസ എന്താക്കണം? ഹലാലായ വീശായിരിക്കണം. ശുഭഹാത്തും പൊടിച്ചു പറിച്ചതും അപ്പുറത്തുനിന്ന് പിടിച്ചു വലിക്കുക, 100 രൂപ അള്ളാക്കുന്നതിന് കൊടുത്താൽ ശരിയാവൂല. എല്ലാ ഉപമകളും അതിൻ്റെ ഉള്ളിലുണ്ട്. വൽ ഹബ്ബത്തു ഈ ഹബ്ബത്ത് എന്ന് പറഞ്ഞ സാധനം എന്താണ്? വാഹിദുൽ ഹബ്ബിന്റെ ഏകവചനം. ഹബ്ബ് എന്നുള്ളത് ബഹുവചനത്തിന്റെ മാനാക്കായി, അത് ജമ്മാക്കും ഹബൂബ്. ഭക്ഷണമായി ഉപയോഗിക്കാൻ വേണ്ടി കൃഷി ചെയ്യപ്പെടുന്ന എല്ലാം വിട്ടു. ഹബ്ബിൽ പായതേ, കടല, ഗോതമ്പെല്ലാം വിട്ടു. വാക്കസറു ഇത്ലാഖിഹി അതിന്റെ ഉപയോഗത്തിന്റെ കൂടുതലും അലൽ ബുർരി ഗോതമ്പത്തിനാണ് സാധാരണ ഹബ്ബത്ത് മുത്തലക്കാറ്റ് പറഞ്ഞാലുണ്ടാകുന്നത്. അതാ ഇത്ലാഖ്. അതായത് അതിന്റെ കൂടെ മുലാഫത്തൊന്നും ചെയ്യാതെ വെറും ഹബ്ബത്ത് എന്ന് പറഞ്ഞാൽ ഗോതമ്പത്തിന്റെ മടിയിൽ നട്ടുണ്ടായി. അമ്പത്തത്ത് എന്ന് പറഞ്ഞാൽ അത് മുളപ്പിച്ച് എന്ന് പറഞ്ഞാൽ അള്ള മുളപ്പിച്ചിട്ട് കുറച്ച് എത്തണം. അതിനാണ് അഖറജത്ത് എന്ന് പറഞ്ഞത്. സനാബില 7 കൊല സമ്പലത്ത്. അത് സാമിഖ എന്ന് പറഞ്ഞ മോലോട്ടേക്ക് ഇങ്ങനെ പൊന്തി വരുന്നത്, തെടുത്തു വളരുന്നത്. അതിൽ നിന്ന് 7 ശാഖയുണ്ട്. ലികുല്ലി വാഹിദത്തിൻ മിൻഹാ സുംബുലത്തുൻ അപ്പൊ ഓരോന്നിനും സുംബുലിയുണ്ട്. അപ്പൊ 7 എണ്ണായി. ഫീ കുല്ലി സുംബുലത്തിൻ മിഅത്തു ഹബ്ബ ഓരോ സുംബുലത്തിലും 700 മണിയുണ്ട്. അപ്പൊ എന്തായി? മൊരട്ട് ഒന്നാണെങ്കിൽ കായ്ക്കുന്ന അവസരത്തിൽ 700ആയി. 7 ഗുണിക്കണം എന്ന് പറഞ്ഞാൽ 700 ഉണ്ടായില്ലേ. കമാ യുശാഹദു ദാലിക അതിപ്പോ നമ്മൾ നോക്കിയാൽ തന്നെ കാണുന്നതാണ്. ഫീ ദുറത്തി ഇത് ചോളം, ദഹന തെന, അതുപോലെ നമ്മളെ ഗോതമ്പത്തെല്ലാം അത് കൃഷി എടുത്ത് നെല്ല് പോയി നോക്കിയാൽ കാണും. എടപ്പിൽ അറാദിൽ മുറിയില്ല എന്നുള്ള ഫലപുഷ്ടമായ ഭൂമിയിൽ നല്ല വളക്കൂറും പഴമുള്ള കൃഷി ചെയ്യപ്പെടുന്ന ഭൂമിയല്ലേ. നമ്മൾ ഇവിടെ പ്രസിദ്ധമായിട്ട് അടയാൻ പറഞ്ഞ ഇരിക്കോട്ടാന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ കാണാൻ. 7 വയലെന്ന് പറഞ്ഞാൽ അന്ന് കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വലിയ വയലാണ്. പിന്നെ ചെറുതാഴം വയലാണ്. തെക്കോട്ട് പോയാൽ കക്കടിപ്പുറത്തേക്കുള്ള കക്കടിപ്പുറം പന്താവൂർ വരുന്നുള്ള വയലാണ്. കിലോമീറ്ററൊക്കെ വിശാലമായിട്ട് ഓരോ പ്ലോട്ട് ഓരോരുത്തരുതാണ്. വെള്ളം തേകുമ്പോൾ എന്താക്കുക? എല്ലാവരും കൂറായിട്ട് വെള്ളം തേകും. പക്ഷെ എല്ലാം ഇട്ടും തൂർത്തിട്ട് എന്തായി? ഇപ്പം ബില്ലിങ് കൊണ്ട് നിറഞ്ഞു, കൃഷിയില്ല. ഇല്ല എന്ന് പറഞ്ഞാൽ ഫലപുഷ്ടമായിട്ട് ഉള്ളത്. അക്സറും ഇല്ല, ഇതിനേക്കാണ് കൂടുതലും ചിലത് കാണാറുണ്ട്.
വല്ലാഹു യുളാഇഫു അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരട്ടിക്കും ലിമൻ യശാ അവൻ ഉദ്ദേശിച്ചവർക്ക് വേണ്ടി ഇരട്ടിച്ചു കൊടുക്കും. അപ്പൊ ഇപ്പം 1:7:100 700 ഏറുകയും ചെയ്യാം. 700-ൽ ഹസറില്ല. അതാണ് വല്ലാഹു യുളാഇഫു. അപ്പൊ എന്താക്കും, ചെലവാക്കപ്പെടുന്ന സമയം നോക്കും. റമളാൻ മാസവും അല്ലാത്ത മാസവും ഒരുപോലെ അല്ലല്ലോ. അള്ളാഹുവിന്റെ ഹറമിലായാലും എല്ലാത്തിനും ഒരുപോലെ അല്ലല്ലോ. ഇതുകൊണ്ട് ആവശ്യം വീടിയത് വളരെ മുൽത്തറായ ഒരാൾക്കാണെങ്കിൽ അവിടെ സബാബ് കയറിയില്ലേ. അതാ തിൽക്കൽ മുളാഅഫ. അപ്പൊ യുളാഇഫു എന്ന് പറഞ്ഞതിന്റെ മഫ്ഊൽ സങ്കല്പിച്ചതാണ് ഇവിടെ. യുളാഇഫു ഇതിന്റെ ഒരു മഫ്ഊൽ വേണ്ടേപ്പാ. എന്താ തിൽക്കൽ മുളാഅഫ. ഇപ്പൊ ഒരു മുളാഅഫത്തുണ്ട്. ഒരു മുരടിന് 7 കൊലയിൽ 100 മണിയുമ്പോൾ 700 എന്നുള്ള ഇപ്പം തന്നെ നിലവിൽ മുളാഅഫുണ്ട്. ആ മുളാഅഫത്തിനെ എത്തിക്കും. എടുത്തേക്ക് മാഷാ അല്ലാഹ് അല്ലാഹ് എത്രയാണോ വേണ്ടത്. ചിലപ്പോൾ 1000 ആകാം, 70,000 ആകാം, ലക്ഷമാകാം. അള്ളാഹുവിന്റെ ഫള് കൊണ്ട് ആർക്കാണോ മുളാഅഫത്ത് ഉദ്ദേശിച്ച് അവർക്ക്. അപ്പൊ അതിന് രണ്ടാം മഫ്ഊലായി. അയ്യഷാവിന്റെ ഒരു മഫ്ഊലാണത്. അത് ഓടിനാമോ, അത് സന്ദർഭം സാഹചര്യം നോക്കിയിട്ട് വർദ്ധിക്കുന്നതാണ്. ഒന്ന് സ്ഥലം, അള്ളാഹുന്റെ ഹറമില് മദീനത്തെ ഹറമിലാമെന്നുണ്ട് എത്രയോ കൂലിയുണ്ട്. റമദാൻ മാസം ലൈലത്തുൽ ഖദ്റിന്റെ രാത്രി വെള്ളിയാഴ്ച ആകുമ്പോൾ സമയം കൊണ്ടുപോകും. ഈ കൊടുത്ത സീസൺ ഉണ്ടാകും. വല്ലാതെ ദാരിദ്ര്യത്തിൽ അങ്ങേയറ്റം മുൽത്തറായ ഒരാള് അത്യാവശ്യമുണ്ട്. അപ്പൊ ഫക്കീറിന് ചെലവാക്കുന്നതിനാക്കാണ് കുറച്ച് പുറകോടെ മസാക്കീൻ. മറ്റുള്ള ആൾ ആരല്ലോ അറിഞ്ഞു കൊടുക്കുന്ന ആളുണ്ടാകും, തീരെ അറിയാത്ത ആളുണ്ടാകുമ്പോൾ അറിയാത്ത ആൾക്ക് കൊടുക്കുമെന്നുണ്ടാകും, കുറച്ചും കൂടി മയപ്പ് കിട്ടും. അതാ മുൻഫിക്കിന്റെ ഹാലനുസരിച്ചു ആകും. ഒന്നല്ലാതെ ഫദലി, മറ്റൊന്ന് ഇവന്റെ വസ്തു കണക്കിലെടുക്കും. അന്നാണ് മിൻ ഇഖ്ലാസിഹി, അവന്റെ ഇഖ്ലാസ് കണക്കിലെടുക്കും. വതഅബിഹി, ഇതിന് എത്രത്തോളം അധ്വാനിച്ചിട്ടുണ്ട് എന്ന് കണക്കിലെടുക്കും. അതല്ലേ ഈ ഇഫ്രാദിനാണോ ഖിറാനിനാണോ അഫ്ളലിയത്ത് എന്നൊരു ചർച്ച ചെയ്തിരിക്കും ഹജ്ജിന്റെ ഇഹ്റാമിൽ. അപ്പൊ ബഅ്ദുൽ ഫുഖഹാ പറഞ്ഞ എന്താണ്, ഖിറാനാ നല്ലത്. എന്നാ അവർക്ക് കിട്ടിയ റിവായത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഹ്റാം ഖിറാനായിരുന്നു എന്ന് വെച്ചുകൊണ്ട് അവർ ഇത്തിബായിന് തങ്ങൾ ചെയ്ത പണി എന്നുള്ള നിലക്കാണ് 100 കൂട്ടിയത്. അതെപ്പോഴോ തങ്ങൾ ചെയ്തത് ഇഫ്രാദാണോ ഖിറാനാണോ എന്നുള്ള തീരുമാനത്തിൽ പോണം. ഒന്ന് ഖിറാനാണെന്ന് വെക്കുക, അഫ്ളലിയത്തിന്റെ മർത്തബ നിൽക്കുന്നത് ഇത്തിബായിലാണെന്ന് വെക്കുക. അങ്ങനെ നമുക്ക് ഖിറാനായി. ഇഫ്രാദിലാകുന്ന അവസരത്തിൽ 5, 4, 9 പണിയെടുക്കണം. അപ്പൊ എന്തായി, താബായി, താബുണ്ടായി. മറ്റേതാകുമ്പോ 5 മണിയിലെടുക്കണ്ടു. അപ്പൊ അവിടെ ഒരു കുറവ് വന്നപ്പോ എന്തായി, അവിടെ ഫിദിയ കൊടുക്കണം തോന്നുന്നു. ഫിദിയ കൊടുത്തിട്ട് എന്താക്കണം, അതിനെ പരിഹരിക്കണം. ഖിറാന് ഫിദിയല്ലേ, ഇഫ്രാദിൽ ഫിദിയല്ല. ഇഹ്റാമിന്റെ കയറോഫിന് ഫിദിയ ആകെ എങ്ങനെയെന്ന്, ഒന്ന് ദാത്തുൽ ഇഹ്റാമിന് വേണ്ടി, അത് തമത്തുവിനും വേണം ഫിദിയ, ഖിറാനിനും വേണം ഫിദിയ. മറ്റൊന്നോ വാജിബാത്ത് ഒഴിഞ്ഞാൽ ഫിദിയ വരും, മറ്റൊന്നോ മുഹറമാത്ത് ചെയ്താലും ഫിദിയ വരും. അപ്പൊ ഇപ്പൊ അത് ടിക്കറ്റ് മുറിക്കുന്ന ഈ ഫിദിയയിൽപ്പെട്ട ഒരു ബാബിലും പെട്ടിട്ടില്ല. പോകുമ്പോ രോഗിനെ കാണാമോ റൊട്ടിയും പാലെല്ലാം വാങ്ങിച്ച് പോകുന്നത് വരുമ്പോ ആപ്പിളെല്ലാം കൊണ്ടുവരുന്നു, അതിൽപ്പെട്ടോ എന്നാ ഫിദിയാവൂന്ന് പറയട്ടെന്നാല് ചോദിക്കുമ്പോ കത്തിക്കറിയാൻ പറ്റില്ല, മസാല പറയണം. വല്ലാഹു വാസിഉൻ അലീം. അല്ലാഹു തആല വാസിആണ് എന്ന് പറഞ്ഞാൽ എന്താ, അതെങ്ങനെ വിശാലാവുന്ന അതല്ല. യുളയ്യിഖു അലൈഹി ലാ യലീഖു അലൈഹി മാ യതഫദ്ദലു ബിഹി മിന സിയാദ. എത്ര സിയാദത്ത് കൊണ്ട് അവൻ ഫദ്ല് കൊടുത്താലും അല്ലാഹുവിന്റെ പ്രശ്നമേ ഇല്ല. അലീം എന്ന് പറഞ്ഞാൽ ബനിയ്യത്തിൽ മുൻഫിഖി, ഇൻഫാഖ് ചെയ്തവന്റെ നിയ്യത്തും അല്ലാഹു തആല അറിയും. വമിഖ്ദാറു ഇൻഫാഖിഹി, എത്രയാണ് കൊടുത്തതിന്റെ അളവും അറിയും. വകൈഫ തഹ്സീലി മാ അൻഫഖഹു, ഈ ചെലവാക്കിയ സാധനം എവിടുന്ന് കരസ്ഥമാക്കി എന്നുള്ളതും അറിയും. കട്ടിട്ടാണോ പിടിച്ചു വച്ചിട്ടാണോ അല്ല. അപ്പൊ ഫമസലുൽ മുതസദ്ദിഖി കമസലി സാരിഹി, ഇവിടെ ആരായി മുതസദ്ദിഖ് എന്ന് പറഞ്ഞ വ്യക്തി ഉണ്ടല്ലോ, അയാള് സാരി ആകുന്ന വ്യക്തി, കൃഷിക്കാരൻ. ഇപ്പോൾ
ഇതാക്കാന ഹാദിക്കം ഫീ അമലി, അവന്റെ അമലിൽ നല്ല പണി അറിഞ്ഞിരിക്കണം. മനുഷ്യ പഠിപ്പിക്കുമ്പോൾ ആരെങ്കിലും പിടിച്ചിട്ടാക്കലല്ല, തീർച്ചയായും പണി അറിയാത്ത ആള് പണിയെടുത്താൽ ഉള്ളത് വിത്തും ഉണ്ടാവില്ല. അതുപോലെ ചെലവാക്കുന്ന ആക്കെന്ത് വേണം, എന്തിൽ ചെലവാക്കണം, എങ്ങനെ ചെലവാക്കണം എന്നെല്ലാം വെച്ചുകൊണ്ടുള്ള അറിവ് അവനുണ്ടാവണം. മറ്റൊന്ന് ഖുർആനൽ ബദറു ജയ്യിദൻ, വിത്ത് നന്നായിരിക്കണം, അല്ലെങ്കിൽ മുളക്കൂലല്ലോ. അതുകൊണ്ട് ചെലവാക്കുന്ന പൈസ ഹറാമോ ശുഭത്തോ ചെലവാക്കിയാൽ പറ്റൂല. വക്കാനത്തിൽ നടന്നു ആമിലത്തൻ, ഭൂമി നട്ടാൻ വളർത്തുന്ന ഭൂമി ആയിരിക്കും വേണം കണ്ടാ. അപ്പൊ അവൻ കിട്ടിയത് നേരെ കണ്ടുപിടിക്കാനോ ഉണ്ടപ്പോന്ന്, അല്ലെങ്കിൽ എന്തൊക്കെ പടക്കം പൊട്ടിക്കാനോ ഉണ്ടപ്പോന്ന്. അപ്പൊ ഭൂമി ശരിയായിട്ടില്ല. എന്താ യകൂനു സറഉ അക്സറ, അപ്പൊ എന്താകും, അതിൽ നിന്ന് മുളച്ചു വന്ന സറഉ അക്സറാകും. അപ്പൊ കദാലിക്കൽ മുതസദ്ദിഖു, ചെലവാക്കുന്ന ആൾ ഇവിടെ സാലിഹല്ലേ. ഇദാ കാന സാലിഹൻ, സാലിഹാകണം. വൽ മാലു തയ്യിബൻ, മാല് തയ്യിബായിരിക്കണം. വവദഅ ഫീ മൗദിഇ, വെക്കേണ്ട സ്ഥലത്ത് വെക്കണം. അപ്പോ യകൂനു സവാബു അക്സർ, ആ സവാബാണ് എഴുതുന്നത്, അത് അക്സറുമായി. കമാ റൂവിയ ഫിൽ ഹദീസ്, ഹദീസിൽ പറയപ്പെട്ടിട്ടുണ്ട്. അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് അന്നഹു ഖാല മൻ തസദ്ദഖ ബിഇദ്ലി തംറത്തിൻ മിൻ കസ്ബിൻ തയ്യിബിൻ, ഒരു കാരക്കൻ്റെ ഇതിൽ, ഇതാണ് കാരക്കൻ്റെ ഒരു പേക്ക്. അത് പല തൂക്കങ്ങളുണ്ടാകാം, 1 കിലോന്റെ പേക്ക്, 2 കിലോന്റെ പേക്ക്, 5 കിലോന്റെ പേക്ക്, ഇതിൽ എത്രയായിക്കോട്ടെ, ഒരു നിശ്ചിത വൈറ്റ് ഉണ്ടാവുമല്ലോ, ഒരു നെറ്റ് വെച്ച് പറയൂലേ. തമ്രത്ത് ചെലവാക്കി മീൻ കസുബിൻ തയ്യിബി, നല്ല കസുബിൽ നിന്ന്. എന്നിട്ട് അടക്കുന്നത് വലാക്കുമലൊന്നും തയ്യിബ, അള്ളാഹു തയ്യിബയെ സ്വീകരിക്കുള്ളൂ നടക്കലും മാറ്ററല്ലാഹ് ജംല പറഞ്ഞു. ജവാബ് പറയുക ഫഇന്നല്ലാഹു യഖ്ബലുഹാ, അള്ളാഹു സുബ്ഹാനഹു വ തആല അത് കബൂൽ ചെയ്യും. ബിയമീൻ വഹുവല്ലദീ യഖ്ബലു തൗബത അൻ ഇബാദിഹി എന്ന് പറഞ്ഞത് അള്ളാഹിനെ അറിയാൻ്റെ മാറ്റം വെള്ളിപ്പം തുറന്ന് അവന്റെ അബദുകളുമായുള്ള മുആമലയെ അറിയുക. വഹുവല്ലദീ യഖ്ബലു തൗബത അൻ ഇബാദിഹി, ഇബാദിന്റെ വാക്കലിന് തൗബ സ്വീകരിക്കില്ല എന്നൊരു പണിയുണ്ട് എനിക്ക് അവനോട് കാട്ടുന്നേ. വയഖുദു സദഖാത്ത്, സദഖ കബൂൽ ചെയ്യുക എന്നുള്ളതുണ്ട്. അങ്ങനെ മുഅമലത്ത് പോകും. അതാ യഖ്ബലുഹാ ബിയമീനിഹി എന്ന് പറഞ്ഞാൽ അവന്റെ വലത്തേക്ക് അർത്ഥം. പക്ഷാ കബൂൽ 2 കൈ ഉണ്ടെങ്കിൽ ഏതാ അഫ്ളലി, വലത്തെ കൈ. തിന്നുമ്പോൾ കുടിക്കുമ്പോൾ എല്ലാം തന്നെ, എന്നല്ലാണ്ട് തിന്നുമ്പോ ഇങ്ങനെയും കുടിക്കുമ്പോ ഇങ്ങനെ ചന്തിയാകുമ്പോ 3-ാം കൈയുമല്ല. നോമ്പ് കുടിക്കുമ്പോൾ കൊണ്ടുണ്ട് അവിടത്തേക്ക് ഉണ്ട് തോന്നുന്നുണ്ട്. അപ്പൊ അഫ്ളലായ ഒരു കബൂലാന്ന് ഉദ്ദേശിക്കുന്നു. അള്ളാഹ്ക്ക് 2 കൈ ഉണ്ടായിട്ടില്ല. സുമ്മ യുറബ്ബിഹ, പിന്നെ അതിന് അല്ലാഹു തആല അങ്ങനെ അതിനെ വളർത്തിയെടുക്കും. ലിസാഹിബിഹ, കൊടുത്ത സാഹിബിന് വേണ്ടിയിട്ട്. ഏതുപോലെ എന്നറിയോ, കമാ യുറബ്ബി അഹദുക്കും, നിങ്ങളിൽപ്പെട്ട ചിലര് ഫുലുവഹു എന്ന് വെച്ചാൽ ചെറിയ ഒരു ആട്ടുംകുട്ടിയോ അല്ലെങ്കിലോ ഒരു ഒട്ടകത്തിന്റെ കുട്ടിയെ കിട്ടിയാൽ ഇതെന്താക്കും, ആലോചിച്ച് വളർത്തി 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 ഇങ്ങനെ വലുതായി വലിയ വാഹനം കയറുന്ന രൂപത്തിലേക്ക് എത്തിക്കും. ഇതുപോലെ കിട്ടിയ വാങ്ങിയ സദക്ക എന്താക്കും, അവന്റെ സവാബ് കൊടുത്ത് 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 മല പോലെയാക്കും. ഹത്താ തകൂന മിസ്ലൽ ജബൽ, പർവ്വത തുല്യമാകും. ഇവൻ കൊടുത്തത് എന്താ, 5 കിലോന്റെ വേഗത്തെ. അതല്ലേ ബുജൂൽ ഖൈറാത്ത് എല്ലാം നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, എല്ലാം എണ്ണിയാനി. ഇനി അടുത്ത് തീർന്നു. ഇനി ഒരു സദക്ക ചെയ്താൽ ആ മാങ്ങിയ ആളുണ്ടല്ലോ അയാളെ ബുദ്ധിമുട്ടാക്കുന്ന ഒന്നും ചെയ്യാൻ പാടില്ല. നീ കൊടുത്ത സദക്ക പോകും. അതുപോലെ മറ്റൊരു സ്ഥലത്ത് പോയിട്ട് ഞാൻ അത്ര കൊടുത്തിട്ട് ഇത്ര കൊടുത്തിട്ടുണ്ട് എന്ന് എണ്ണി പറയാനും പാടില്ല, അതും പോകും. ചെയ്യാൻ പറ്റൂല. അപ്പൊ സദക്കനെ ബാത്തിലാക്കുന്ന പല കാര്യങ്ങളാന്ന് പറയുന്നത്. الذين ينفقون أموالهم في سبيل الله, അല്ലാഹുവിന്റെ ഫീ സബീലിൽ മുതൽ ചെലവാക്കുന്നവന്റെ ഉദാഹരണം അയ്യളഊനഹാ ഫീ മവാദിഇഹാ, ഇത് എവിടെ വെക്കണം എന്നുള്ളത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. വാതൽ മാല അലാ ഹുബ്ബിഹി ബൈതുകത്തിനി സുമ്മ ലാ യുത്ബിഊന മാ അൻഫഖൂ, അവർ ചെലവാക്കിയ ഒന്നിനോട് തുടർത്തുകയില്ല. മാ എന്ന് പറയുന്നത് മൗസൂലിയാണ്. അപ്പൊ അൻഫഖു അതിന്റെ സിലയാണ്. അപ്പൊ മൗസൂലിയും ശരി തമ്മിൽ കൂട്ടിക്കെട്ടണം. അപ്പൊ എന്നോട് ലമീർ വേണം, അല്ലെങ്കിൽ രണ്ടും രണ്ടായിട്ട് ഇങ്ങനെ നിൽക്കും. അതിനാണ് എന്താക്കിയത്, അൽ അൽ ആയിദു മഹദൂഫുൻ മാ അൻഫഖൂഹു എന്ന് പറഞ്ഞ ലമീർ കളഞ്ഞിട്ടുണ്ട്.
ഇത് മാതന മൗസൂല അംഫക്കോ അതിന്റെ ശീല, ഇത് രണ്ടും കൂടെ എന്താക്കണം? കൂട്ടിക്കെട്ടാനാണ് നിങ്ങൾ തമ്മീനുണ്ടപ്പിച്ച് ഇങ്ങനെ ബിരിഞ്ഞ് കെട്ടണം, എന്നാലും എന്താക്കോ ആ ജുംല ശരിയാവുള്ളൂ. മന്നൻ എന്ന് പറഞ്ഞാൽ എന്താ? അത് എടുത്തു പറയില്ല. അയാള് ഈ ചെയ്ത ആളെ മറ്റേക്ക് ചെയ്തു കൊടുത്ത വലിയൊരു ഉപകാരമായിട്ട് കാണുക. അത് കണ്ടാലും പോയി പറഞ്ഞാല് അവരെ കൊണ്ടും പോകും. അതേതാ? ബഹുവ അൻയമുന്ന അലാമൻ ഹസന ഇലൈഹി, ഇവൻ ആരിലേക്കാണ് ഹിസാൻ ചെയ്തത് അത് എടുത്തിട്ട് അങ്ങനെ പുകഴ്ത്തി പറയുക. ബിഹിസാൻ, ഇവൻ ചെയ്ത ഹിസാൻ കൊണ്ട് ഞാൻ അവനിക്ക് കുപ്പായം കൊടുത്തത്, ഞാൻ അവനിക്ക് തുണി കൊടുത്തത്, ഞാൻ കാണാൻ അവനിക്ക് കണത് വെച്ചു കൊടുത്തത്, ഇങ്ങനെ പറയുന്നേ. എന്നിട്ടോ വയുരിയഹു, അവന് കാണിക്കുന്ന അന്നഹു ഔജബ ബിദാലിക അലൈഹി ഹഖ, ആ സ്വീകരിച്ചവന് ഇവനോടെന്താ വലിയൊരു കടപ്പാടുണ്ട് എന്ന് വരുന്ന വെച്ച് തീർക്കാം അല്ലെ ബിരുദി പറയുന്നത്. അപ്പൊ ലാ യുത്ബിഊന മാ അൻഫഖൂ, മന്നൻ എന്ന് പറയുന്നത് എന്താ? ലാ യമുന്നൂന, മന്ന് ചെയ്യൂല കൊടുത്തതിന് ശേഷം. വാങ്ങിയോ ചെയ്തത് ഇങ്ങോട്ടാണ്, കാരണം വാങ്ങിയത് കൊണ്ടല്ലേ എന്താക്കിയത് എനിക്ക് കൂലി കിട്ടുന്നു. അപ്പൊ അങ്ങനെ ഇങ്ങോട്ടാ മന്ന്. അത് അലാ യമുന്നൂന അലൈഹി ബിമാ തസദ്ദഖൂ, അതങ്ങനെ ബിഅൻ യഖൂലൽ മുതസദ്ദിഖുൽ മാന്നു, ആ മിന്നത്ത് പറയുന്ന മുതസദ്ദിഖ് എന്ന് പറയില്ലേ, ഇസ്തനഅതുക കമാ ഖൈറ, നിനക്ക് ഇന്ന ഖൈർ ഞാൻ നൽകിയിട്ടുണ്ടോ, വഹസൻതു ലീക കസീറൻ, ധാരാളം ihsan ചെയ്തിട്ടുണ്ട് എന്നൊക്കെ അടുത്ത് പറയുന്നത്. ഇനി വല അതാനയും തുടർത്തൂല. എന്താ അതാ? ഇവനിക്ക് എന്താക്കുന്നത്? പൈസ 100 റുപ്യ കൊടുത്ത് ഇതൊക്കെയും ചെയ്തിട്ട് അയാളുടെ വലിയൊരു കെട്ടാൻ അവരിലേക്ക് എത്തിക്കണോ? ഇവനിക്കത് പൊന്തുന്നുണ്ടോ? അപ്പൊ ഇവനെ ശല്യപ്പെടുത്തില്ലേ. മറ്റവനാണെങ്കിലോ 100 റുപ്യ തന്നാളായിപ്പോ ഞാൻ പണിയെടുക്കാണ്ടും പറ്റൂല. അങ്ങനെ ചെല്ലുന്നുണ്ട്. പണ്ടൊരാള് ഞാൻ ജുമാത്തള്ളിയെ കൂടി പോകുമ്പോൾ ജുമാത്തള്ളിന്ന് ഞാൻ പട്ടിക്കട്ട് പഠിക്കുന്നതാണ്, മൂലത്തിന് വന്നു എന്നിട്ട് കൊണ്ടുപോയി ചാടാന്നിട്ട് ഞാൻ ഒറ്റ പോക്കണം. ആ പടിഞ്ഞാറ് ഭാഗത്തന്നെ അറിയും. പിന്നെ ബേക്കിത് തങ്ങളുടെ അന്ന് റോഡ് വരെ വന്നു. എൻ്റെ വേറൊരാടെ പറഞ്ഞു, മൂന്നാൾക്കാർക്ക് ചെവിട് കേൾക്കില്ല എന്നുണ്ട്. ഞാൻ എത്ര വിളിച്ചത് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അതും ഞാൻ കേട്ടു. അടുത്ത സംഖ്യ ബാലുണ്ട്, നല്ല തോല് വിളിച്ചിട്ട് ഇളക്കി. ഇങ്ങനെയല്ലാടാ പൈസ കൊണ്ടത് നിന്റെ പിലാവില ഇന്ന ആട്ടിനെ വിളിക്കുമ്പോൾ വിളിക്കല്, നിന്റെ ആടാമറ്റാ നമ്മൾ ഇന്ന പിലാവില്ല ആട് ബാ 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 അങ്ങനെ വിളിക്കല്. അയാൾ ഇതിൽ തന്നെ ഉണ്ട്. പിന്നെ മലർക്കൊക്കെ ചെവിടും നല്ലോണം കേൾക്കൂ, അതാ ഇവിടെ കണ്ണും നല്ലോണം കാണൂ, പക്ഷെ ആടായിട്ടില്ല എന്ന് മാത്രം. പിതാവില കാണിച്ചിട്ടില്ലേ പൈസ ആടാ. അതാന്ന് പറഞ്ഞ വഹുവ യതതാവല അലൈഹി, ഇവന് ഒരു മേൽക്കോയ്മ, മിന്നമൽ തതാവുലി ബിസബയിൻ ആമിഹി അലൈഹി, അവനിക്ക് എന്തോ പൈസ കൊടുത്ത വാങ്ങിയത്. അയലാ യുഗ്ദീഹി, അവന് ചുരുക്കത്തിൽ അവന് ശല്യമുണ്ടാക്കുന്ന ഒന്നും ചെയ്തുകൂടാന്ന്. അടിക്കലും കുത്തലും മാത്രമൊന്നുമല്ല, ആളുടയിൽ സ്വീകരിക്കുമ്പോൾ മറ്റൊരാളുടെ ഒരു കുറവ് തോന്നുന്നത് അതൊരു അറിയാണല്ലോ. മുത്തസദ്ദിഖ് പറഞ്ഞ് ഇന്നീ കഥാഴ്ത്തേക്ക് ഞാൻ എനിക്ക് തന്നിട്ട് പമാശക്കർത്ത, നീ ശുക്ർ ചെയ്തില്ലല്ലടാ, എനിക്ക് നന്ദിയില്ലല്ല. ആ വന്ത അബദൻ, അല്ലെങ്കിൽ നീ എപ്പോഴും തജീഉനീബിൽ ഇബ്രാം, എൻ്റെ അടുത്ത് ബുദ്ധിമുട്ടാക്കാൻ വേണ്ടി വരുന്നു. കൊണ്ടാന്നിട്ട് വീണ്ടും വരുന്നു, നമ്മൾ ബുദ്ധിമുട്ടാക്കുന്നു. അതോ എനിക്കൊരു ശല്യം. ഫറഖല്ലാഹു, നിന്നെ അല്ലാഹു ദൂരത്താക്കട്ടെ. വബാഇദ മാ ബൈനി വബൈനക, നീ ഇവിടെ അടുത്തൊന്നും ഇല്ലാണ്ടിരിക്കട്ടെ. നീ വന്നോണ്ടിരിക്കുന്നേറ്റ് ഇതെല്ലാം പറഞ്ഞ അതെയാണ്. അപ്പൊ രണ്ട് നിബന്ധന, ഒന്ന് മഞ്ഞുണ്ടാകാൻ പാടില്ല, മറ്റൊന്ന് അത് ഉണ്ടാകാൻ പാടില്ല. എന്നാലും ലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം, റബ്ബിന്റെ അടുക്കൽ ഓർക്കുള്ള അജർ അവർക്കുണ്ട്. സവാബുഹും ഫിൽ ആഖിറത്തിൽ, അന്ന് ആഖിറ കൊണ്ടുവന്ന് ഇൻദ റബ്ബിഹിന്റെ മായന, ഇൻദ റബ്ബിഹിം എന്ന പാരലോകത്ത്. എന്നോ രണ്ടാമത്തത് വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, വലാ ഖൗഫുൻ മിമ്മാ യസ്തഖ്ബിലുഹും മിനൽ അദാബ്, അദാബിനെ പറ്റി പേടിയില്ല. വലാ ഹും യഹ്സനൂൻ, കുറച്ച് പൈസ എടുത്ത് ചിലവായി തീർന്നിട്ടുണ്ടല്ലോ, അതിന് ഹുസ്നുമില്ല. അലാ മാ ഖല്ലഫു മിൻ ഉമൂരി ദുനിയ,
നസലത്ത് ഹാദിഹിൽ ആയ, ഈ ആയത്തിറങ്ങിയത്. അപ്പൊ ഇവിടെ എന്താ, ഈ രണ്ടായത്തിൽ കൂടി ഒന്ന് കൊടുത്താൽ വലിയ പ്രതിഫലമുണ്ട്, 1:700 കിട്ടാൻ പോകുന്നത് ഈ നിബന്ധനകളെത്താൽ. കൊടുത്തതിന് ശേഷം മന്നും അത് ഉണ്ടാകാൻ പാടില്ല, അല്ലെങ്കിൽ എന്താവും, ക്യാൻസലായിപ്പോ. ഈ രണ്ടായത്ത് വല്ലത്തിക്കും ഫീ ഉസ്മാന വ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹുമാ വറളിയല്ലാഹു അൻഹു. അതാ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് അമ്മാ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഫജഹദ ജയ്ശൽ ഉസ്റത ഫീ ഗസ്വതി തബൂക്ക്. തബൂക്ക് യുദ്ധത്തിൽ ആ ജയ്ഷുൽ ഉസ്റ എന്ന് പറഞ്ഞില്ലേ, വളരെ പ്രയാസമേറിയ ഫീ സഅത്തിൽ ഉസ്റതി മിൻ ബാദി മാ കാദ യദീഉ ഖുലൂബു ഫരീഖൻ മിൻഹും. എല്ലാവരുടെ മനസ്സും കുടുസായ സമയമാണ്, കാലാവസ്ഥയാണെങ്കിൽ ഭയങ്കര ചൂട്, എത്രയോ കിലോമീറ്റർ ഓടണം തബൂക്കിലേക്ക്. ആ സമയത്ത് ബിഅൽഫി ബഈർ, 1000 ബഈർ കൊടുത്തു. എത്ര പൈസയായി നോക്കിയാൽ. ബി അഖ്താബിഹാ എന്ന് പറഞ്ഞാൽ അതിന് അണിയിക്കേണ്ട കോപ്പുകൾ, അതിന് സമയം എല്ലാം ഉണ്ടാവും, സെറ്റ്. വഅൽഫി ദീനാറിൻ, 1000 ദീനാറും കൊടുത്തു. എന്താ ഫറഫഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉയർത്തി ബിയദിഹി, തങ്ങളെ കൈ കൊണ്ട്, യദഹു തങ്ങളെ കൈ ഉയർത്തിയിട്ട് യഖൂൽ യാ റബ്ബി റളീതു അൻഹു, പടച്ചോനെ ഉസ്മാനെ തൊട്ട് ഞാൻ പൊരുത്തപ്പെട്ടിട്ടുണ്ട്, ഫർള അൻഹു, നീ ഓർത്തിട്ടും പൊരുത്തപ്പെടണേന്ന്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ശത്രുവാക്കുന്ന ആളുണ്ട്, മാപ്പിളാണെന്ന് പേരും പറയുന്നുണ്ട്. തെളി പിടിച്ചെന്താണെന്നറിഞ്ഞോ, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആ വീട്ടിലോട്ട് കൊന്നിട്ട് ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. അപ്പൊ ആരും തിരിഞ്ഞു നോക്കാത്ത രീതിയിൽ സഹാബികൾ പോലും അയാൾ വെറുത്തിട്ടുണ്ട്, അതുകൊണ്ട് അത്രമാത്രം കുറ്റക്കാരനാണ് തെളിയിച്ചുകൊണ്ടത്. അതിന് പറഞ്ഞ കിതാബുണ്ട്, അയാളെ ഇജ്ജത്താക്കിയണ്ട. പറഞ്ഞ നോമ്പന്നോട്ട് പോകുമ്പോ എല്ലാം ഇപ്പൊ വീട് പൊളിച്ചിട്ട് കയറിയിട്ട് കുത്തിക്കൊന്നേ. അപ്പൊ റഹ്മാഹു ബൈനഹും എന്ന് പറഞ്ഞ സഹാബിമാർ ഇവർ എന്തുകൊണ്ട് തിരിഞ്ഞു നോക്കിയില്ല? തിരിഞ്ഞു നോക്കായിട്ടല്ല, അല്ലെങ്കിൽ കിസ്സ ദേഷ്യം പഠിക്കണം. പലരും സഹായം കൊണ്ട് വന്നു. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്ക് ജിബ്രീൽ വന്നില്ലേ, തീയിലിടുമ്പോ ഞാൻ നിലകെട്ടത്, നിങ്ങളിലൊക്കെ ആവശ്യം പൊയ്ക്കോ. അപ്പൊ ജിബ്രീൽ തിരിഞ്ഞു നോക്കയിച്ച, അല്ല അല്ല തിരിഞ്ഞു നോക്കയിച്ച തീയിലേക്ക് എറിയപ്പെട്ടെന്ന്. ചുരുക്കത്തിൽ കട്ട ബുദ്ധിയായി പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നീ ഷഹീദായിട്ട് മരിക്കുമെന്ന് അതിന്റെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തങ്ങളെ വാക്ക് ഹഖീഖിയായി പുലരുന്നുണ്ടപ്പോൾ നിങ്ങൾ പ്രതിരോധം ഒന്നും ഉണ്ടാക്കണ്ടെന്നിട്ട് എല്ലാവരും മടക്കി വെച്ചെന്ന് പറഞ്ഞു. അതാ സംഗതിയുള്ളത്. ഓരോരുത്തരും വന്നു തോന്നിയ പോലെ അറിയില്ലേ. അതെ, അതുണ്ടാവും. അപ്പൊ യാ റബ്ബി റളീതു അൻഹു ഫർള അൻഹു, തങ്ങൾ ഇത്രയും വലിയ സദഖ ചെയ്ത് ദ്വാരന്നാലേ പിന്നെന്താ അപ്പുറം വേണ്ടത്? ഇതല്ലേ 2 മോളെ കെട്ടിച്ചു കൊടുത്തു. എന്നിട്ടോ എനിക്കൊരു മോളുണ്ടെങ്കിൽ എനിക്ക് ഉസ്മാൻ കെട്ടിച്ചു കൊടുക്കും. കുറെ മഹത്വമില്ല. നമ്മൾ മിസ്ബാഹ് കലാമില് കുറെ ഓതിയല്ലോ, കുറെ ഓതിയുണ്ട്. ഇനി വഅമ്മാ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു എന്താ ചെയ്തത്? ഫതസദ്ദഖ ബിനിസ്ഫി മാലിഹി, മൂപ്പറ കയ്യിലുള്ള പകുതി സ്വത്ത് സദഖ ചെയ്തു. 4000 ദീനാർ, 4000 ദീനാറാണ് കൊടുത്തത്. കണ്ടോ? ഫഖാല ഇൻദി 8000, എൻ്റെ അടുക്കൽ 8000 ദീനാർ ഉണ്ടായിരുന്നു. ഫംസക്തു മിൻഹാലി വഇയാലി, എൻ്റെ നെഫ്സിനും എൻ്റെ കുടുംബത്തിനും വേണ്ടി ഞാൻ പകുതി അടവെച്ചിട്ടുണ്ട്. 4000 അഖ്റത്തുഹാ റബ്ബി, 4000 എന്താക്കി റബ്ബിന് കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. ഫഖാല അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് ബാറക്കല്ലാഹു ലക ഫീമാ അംസക്ത വഫീമാ അഅതൈത, നിങ്ങളുടെ അവിടെ കരുതി വെച്ച 4000 ഉണ്ടല്ലോ, അതിനും അല്ലാഹു തആല ബർക്കത്താക്കട്ടെ. നിങ്ങൾ നൽകിയ 4000 അതിനും അല്ലാഹു തആല ബർക്കത്താക്കട്ടെ. ഫഹാദിഹി ഹാലു ഉസ്മാൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹുമാ ഹൈസു തസദ്ദഖാ. 2 സദഖ കൊടുത്തിട്ട് ഞാൻ ഇത്ര കൊടുത്ത ആളല്ലേ, എനിക്ക് ഇന്ന സ്ഥാനം വേണോ, ഒന്നുമില്ല, കൊടുത്തു അല്ലാഹു വാങ്ങി. വലം യഖ്തർ ബിമാലിഹിമാ, അവർ 2 മനസ്സിന് ഉദിച്ചിട്ട് പോലുമില്ല. ശൈഉം മിനൽ മന്നി വൽ അദാ, മന്നും അതയും ഉദിച്ചിട്ട് പോലും ഇല്ലാത്തത്. അപ്പൊ അവരെ മദഹായിട്ടാണ് അല്ലാഹു തആല ഈ ആയത്തിൽ കൂടി പറയുന്നത്.
അവർക്ക് വലിയ സവാബ് കിട്ടിയിട്ടുണ്ടെന്ന് ആദ്യത്തെ ആയത്തിൽ കൂടി പറഞ്ഞു. ഇനി അതിൽ കൂടി എന്താക്കിയെന്നറിയോ, മണ്ണും അതയും നീ കൊണ്ടുവരാൻ പാടില്ല എന്ന് സൂചിപ്പിച്ചു. അതില്ല വഅലം അന്നല്ലാഹു സുബ്ഹാനഹു വതആല നഹാ ഇബാദഹു, ഇബാദിനെ വിലങ്ങിയിട്ടുണ്ട്. അയ്യമുന്നു അല അഹ്ദിൻ, ഒരാളെ മേലും മിന്നത്ത് പറയാൻ പാടില്ല. ബിൽ മഅറൂഫ്, അവൻ ചെയ്ത മഅറൂഫ് ഉണ്ട്. ഇതോടൊപ്പം അന്നഹു തആല ഖദ് മന്ന അലാ ഇബാദിഹി, അല്ലാഹു സുബ്ഹാനഹു വതആല അബ്ദിന്റെ മിന്നത്തിൽ അല്ലാഹ് ഇങ്ങോട്ട് വേണ്ടി പറയും, അതുകൊണ്ട് അധികാരം അതാ. കമാ ഖാല ബലില്ലാഹു യമുന്നു അലൈക്കും, അതിന് മുമ്പെന്താണ് യമുന്നൂന അലൈക ഇസ്ലാമക്കും, ഞങ്ങൾ മുസ്ലിമായില്ലേ, നിങ്ങൾ കൊണ്ടുവന്ന ആദർശം സ്വീകരിച്ചില്ലേ എന്നുണ്ടെന്നാക്കും മിന്നത്ത് പറയും. ആ മുണ്ടാൻ പാടില്ല, നിങ്ങളെ മുസ്ലിമാക്കിയില്ലേ ഞാനങ്ങോട്ട് മിന്നത്തവരുണ്ട്. അതാ ബലില്ലാഹു യമുന്നു അലൈക്കും അൻ ഹദാകും ലിൽ ഈമാൻ വദാലിക ലിഅന്നല്ലാഹ തആല താമുൽ മിൽകി വൽ ഖുദ്റ, അധികാരവും ഖുദ്റത്തും ഏറ്റവും സമ്പൂർണ്ണമായവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലേ. വമുൽക്കുഹു വഖുദ്റത്തുഹു ലിഗൈരിഹി ലൈസ ബിഗൈരിഹി, അവന്റെ മുൽക്കും ഖുദ്റത്തും വേറെ ആളെ വക്കുന്ന കിട്ടിയതല്ല, ഗൈറുകൊണ്ടല്ല. വല്ലഅബ്ദു അബ്ദ് നാഖിസാണ്, വന്നാഖിസു ലാ യജൂസു അൻ യമുന്ന അലാ അഹദിൻ, നാഖിസാവലാക്ക് ആരെ മേലും മിന്നത്ത് പറയാൻ പാടില്ല. വൽ മന്നു യൻഖുസു ഖദ്റൻ നിഅമതി വയുഖദ്ദിറുഹാ, ഈ മണ്ണ് വന്നാൽ എന്താണെന്ന് അറിയോ, നിഅമത്തിന്റെ ഖദറിനെ ചുരുക്കിക്കളയും, മോശമാക്കും. എന്തുകൊണ്ട് ലിഅന്നൽ ഫഖീറ, ഏത് മണ്ണ്, ഈ ഫഖീറിനോട് മണ്ണ് പറഞ്ഞാൽ നീ കൊടുത്ത സവാബ് ബാത്തിലാന്ന് രൂപ പറയുന്നു. ലിഅന്നൽ ഫഖീറൽ ആഖിബ, ആ വാങ്ങിയ ഫഖീർ മുൻകസിറുൽ ഖൽബി, എല്ലാം കൊണ്ടും മനസ്സ് വേജാറില്ല അയാളുള്ളത്. എന്തുകൊണ്ട് ലി അജ്ലി ഹാജത്തിഹി ലാ സദഖത്തി ഖൈരി, എന്നിട്ടല്ലേ വേറൊരാളെ സദഖ സ്വീകരിക്കലേക്ക് അയാൾ ആവശ്യക്കാരനായത്. അപ്പം എന്താകും, നേരത്തെയുള്ള ദുഃഖത്തിന്റെ മേലെ ഇയാൾ പറയും കൂടെ ചെയ്താൽ അതാ. മുഅ്തരിഫും ബിൽ യദിൽ വൽജാലിൽ മാറ്റി, കൊടുക്കുന്നവന് മുകളിലെ കൈ, അതിനാണ് എന്ത് യദിലുല്ല ഇങ്ങനെ കൊടുക്കുന്നത്. പക്ഷെ കൈ മടക്കി കൊടുക്കുമ്പോൾ ഇങ്ങനെയായിരുന്നു. അപ്പൊ ഇപ്പൊ എന്താ, അന്ന് ആദ്യത്തിൽ കൂടി വാങ്ങുന്ന ആളെ കൈ പൊത്തിക്കുന്നുണ്ട്, കൈപത്തി കൊടുക്കില്ല, ഇങ്ങനെ കൊടുക്കണം. ചിലപ്പോൾ നല്ലോണം പിടിച്ചുള്ള ഗുണവും ചെയ്യും. അങ്ങനെയില്ല, വാങ്ങുന്ന ആളെ കൈ മേലേറ്റ് ഇപ്പൊ ഉള്ളത്. അതുമ്പോൾ നോട്ടെല്ലാം ചുരുട്ടിയിട്ട് ഉറുക്കോലാക്കിയിട്ട് കൈപത്തി കൊടുക്കുന്നുണ്ടല്ലോ. അപ്പൊ കൊടുക്കുന്ന ആളെ കൈ മേലെയാന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് 3 തരത്തിലുള്ള ഇൻകിസാർ വന്നിട്ടുണ്ട്. അല്ല, അതിപ്പോ അല്ല ആക്കിയതാണ്. നിങ്ങൾ എങ്ങനെയായാലും നിങ്ങൾ കുറച്ച് കുപ്പായിലിട്ട് നിങ്ങൾ കുപ്പായിലിട്ട ആളല്ലേ, അപ്പൊ നിങ്ങൾ താക്കണ്ട. ഇനി വേണ്ട കൈകൾ കളിക്കാവും നിങ്ങൾ എത്തു. ഇതിലേക്ക് ഈ കൊടുക്കുന്നവൻ കൂട്ടിച്ചേർത്ത് ഈ ഇൻആം വെളിപ്പെടുത്തലിനെ കാണിക്കുക ചെയ്താല് അവന്റെ കൽബിന്റെ ഇൻകിസാറിൽ അത് വർധനമുണ്ടാക്കി തീർക്കും. ഇവനൊരു ഉപകാരം ചെയ്തിട്ട് ഉപദ്രവമുണ്ടാക്കിയ ആളായി മാറി. അവനിലേക്ക് ഇസാഅത്ത് ചെയ്തവനായി ചെയ്തത്, പക്ഷെ ഇസാഅത്ത് ചെയ്ത ആളാ മതി, പരോക്ഷമായിട്ട് ഇസാഅത്ത് വന്ന്. كما قال الشاعر أفضت بالمن ما أصديت من حسن ليس الكريم إذا أصدى بمنان يا رب صل على النبي على المولى عند السلام أيكم السلام صل وسلم دائما أبدا على حبيبك خير الخلق كلهم. അർത്ഥത്ത നീ ഫസാദാക്കിയോടോ, ബിൽമന്നി മണ്ണ് കാരണത്താൽ ഫസാദാക്കി, മാ അസ്ദൈത നീ കൊടുത്തതിനെ, ആ കൊടുത്തത് മിൻ ഹസനിൻ എന്ത് ഉപകാരമാവട്ടെ എന്ത് ഹസനാവട്ടെ നീ നൽകിയതിനെന്താക്കി, മണ്ണ് കൊണ്ട് ഫസാദാക്കി. ലൈസൽ കരീമോ ഒരു കരീമായ വ്യക്തിയല്ല, ബിമന്നാനിൻ ഇനാസുദ അവൻ കൊടുത്തു കഴിഞ്ഞാൽ മിന്നത്തെ പറയുന്നവൻ അല്ല കരീം എന്ന് പറയും. അപ്പൊ നീ കരീമല്ല, ഞാൻ ലഹീമായി
അതെ, ലൈമാൻ. ഇനി പറയുന്നത് കൊടുക്കാനൊന്നുമില്ലെങ്കിൽ നല്ല വാക്ക് പറഞ്ഞിട്ട് ദ്വാരം ചെയ്തിട്ട് ഒന്നും വിടുക. പൈസ കിട്ടിയില്ലെങ്കിൽ കേൾക്കണ്ട. അതാ പറയുന്നത് ഖൗലും മഅറൂഫിൻ. കുറേ അങ്ങോട്ട് സദഖയുടെ വിഷയം പറയാം. ഖൗലും മഅറൂഫുൻ വമഗ്ഫിറത്തുൻ ഖൈറും മിൻ സദഖത്തിൻ യത്ബഉഹാ അദാ വല്ലാഹു വലിയ്യുൻ ഹലീം. ഖൗലും മഅറൂഫുൻ, മഅറൂഫായ ഒരു വാക്ക്. ആരോട് പറയണ്ടി? ചോദിക്കാൻ വന്നവനോട് റദ്ദുൻ ജമീൽ എന്ന് മാത്രം കൊടുത്തു, നല്ല മറുപടി കൊടുക്കുക. അന്ന് വിഷയം ചോദിച്ച് റദ്ദുൻ ജമീൽ ബഹുവ. അങ്ങനെ അയ്യറുദ്ദൽ സായില, ആ ചോദിക്കാൻ വന്നവരെ മടക്കുക. ബി തരീഖിൻ ജമീലിൻ ഹസനിൻ, നല്ല തരീഖുൻ ജമീൽ കൊണ്ട്. തഖ്ബലുൽ ഖുലൂബ്, അത് കൽബ് അതിന് സ്വീകരിക്കും. വത്തിബഅ, മനുഷ്യന്റെ ഇത്. വദാത്തുൻകിറു, അതിന് ആരും ഇൻകാർ പറയില്ല. അങ്ങനത്തത് അതിന് ഇന്ന വാക്ക് എന്ന് വെച്ചിട്ടില്ല, അതിന് വസ്ഫ് പറഞ്ഞു. ഖൗലും മഅറൂഫ് എന്ന് പറഞ്ഞിട്ട് ഏതാ വാക്ക് എന്ന് പ്രത്യേകം ഉറൂദില്ല. അപ്പൊ എന്താ പറഞ്ഞ്? ഖുലൂബുകൾക്ക് സ്വീകാര്യമായതും മനുഷ്യന്റെ പ്രകൃതിക്ക് യോജിക്കുന്നതും ആരും അതിന് ഇൻകാറാക്കാത്തതുമായ ഒരു വാക്ക് പറഞ്ഞോളുക. പണ്ടും എല്ലാം ഖൗലും മഅറൂഫോട്ടെ തട്ടിപ്പിനെ പറഞ്ഞിട്ട് വിട്ടുക. എല്ലാം നല്ല ഉപദേശം ചെയ്തു. അവിടെയുണ്ടല്ലോ ഖൗലും മഅറൂഫ്. വമഗ്ഫിറത്തുൻ, മഗ്ഫിറത്തുൻ എന്ന് പറഞ്ഞാൽ അതിനോടൊന്ന് പുറത്തു കൊടുക്കൽ. എന്താണ്? ഓന്റെ പക്കന്ന് ചോദിച്ചപ്പോ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്, അതിനു വേണ്ടി പ്രതികാരം ചോദിക്കണ്ട. എന്താടാ എന്നോട് ചോദിക്കാൻ വന്നു, എന്നാലും പറഞ്ഞിട്ട് ഒന്നും വേണ്ട. സായിലിന്റെ വക്കലിൽ സംഭവിച്ച മിനൽ ഇൽഹാഫി ഫിൽ മസ്അല, മസ്അലയിൽ ഉണ്ടാക്കിയവൻ വല്ലാണ്ട് കയർച്ച്. ചിലർ കുപ്പായം കീശെല്ലാം പിടിച്ചു വലിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ മാറി പിടിച്ച് അവിടെ നിർത്തൂ. കൊണ്ടാന്ന് പറഞ്ഞു വണ്ടി പിടിച്ചേക്കുന്നു. അത് മിസറിലും ഉണ്ട്. മിസറിൽ ഭയങ്കര ഡ്രൈവർ തന്നെ പറഞ്ഞാൽ കുറേ കൊണ്ടൊക്കെ നടന്നു കീശ പറിച്ചു. ഇനി കൊടുക്കാൻ കഴിഞ്ഞാൽ നിങ്ങളെ കുപ്പായം വരെ ബാക്കി ഉണ്ടാവില്ല. കൊടുക്കണ്ടെന്നല്ല പറയുന്നത്, കൊടുത്താൽ നിങ്ങൾ പോയിക്കോളും, നോക്കണം. അപ്പൊ അത്തരത്തിൽ വല്ലതും സായിലിന്റെ പക്കലിന് സംഭവിച്ചാൽ എന്താക്കണം? അത് പൊരുത്തപ്പെട്ടക്കണം എന്ന് പറയുന്നു. അത് മിമ്മായസ്തുൽ മസ്ഊൽ, മസ്ഊലിന്റെ മേലെ ഭാരമാകുന്ന കാര്യങ്ങൾ മറ്റവരുടെ പക്കുന്നുണ്ടായി. എന്നാൽ ആ മഗ്ഫിറത്തും, അപ്പൊ രണ്ടെണ്ണം ഇബാദത്ത്, അത് ഖൈറുൻ, അത് ഖൈറാണ്. മീൻ സദഖത്തിൻ യത്ബഉഹാ അദാ, ഒരു സദഖ, ആ സദഖ ചെയ്തിട്ട് ഒരതാ അതിന് പിന്നാലെ വന്നു. എന്നാൽ ആ സദഖനാക്കാണ് നിങ്ങൾ ഇതാ നല്ലത്. അതാണ്ടാ لأن من جمع بين نفع الفقير وإضراره حرم الثواب. ഫക്കീറിന് നഫ്ഉം ചെയ്ത് എന്നിട്ടോ അതിന് ബുദ്ധിമുട്ടുമാക്കി, എന്നാലോ സവാബ് തടയപ്പെട്ടില്ലേ? ആ സദഖന്റെ സവാബ് എന്താക്കി? ഈ ഇളറാറ് കൊണ്ട് നശിപ്പിച്ചല്ലോ. വല്ലാഹു ഗനിയ്യുൻ ഹലീം, അല്ലാഹു തആല ഗനിയാണ്. അമ്മാ ഇൻദകും മിനസ് സദഖ, സദഖനാൽ നിങ്ങളുടെ അടുക്കലുണ്ടല്ലോ, അതിനൊട്ട് അല്ലാഹ് ഗനിയാണ്. അല്ലാഹ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല കൊടുക്കുന്നു. ഹലീമുൻ ലാ യുആജിലു അസ്ഹാബൽ മന്നി വല്ലദാ, മന്നും അതയും ഉണ്ടാക്കിയ കൂട്ടരെ അല്ലാഹു തആല ഉളരിക്കൂല ബിൽ ഉഖൂബത്തി, ശിക്ഷ കൊണ്ട്. അപ്പം തന്നെ പിടിച്ച് ശിക്ഷിക്കൽ എന്നൊന്നും ഉണ്ടാവില്ല. വഇന്നമാ കാന റദ്ദുൽ ജമീലു ഖൈറാൻ, എന്നിവിടെ എന്താക്കിയെന്നറിയോ? ഒരു സദഖന്റെ കൂടെ അതയും കൂടെ ചേർത്താൽ അത് മൈനസായി. അപ്പം എന്തുവന്ന്? ഖൗലും മഅറൂഫും മഗ്ഫിറത്തിന് മുൻതൂക്കം വന്നു. അതല്ല ഖൈറുൻ എന്ന് പറഞ്ഞത്. എന്തുകൊണ്ട്? ഖൈറൻ മിൻ സദഖത്തിൽ മാന്നി വൽ മുഅ്ദി ലിഅന്നൽ ഖൗലൽ ഹസന വഇൻ കാന ബിർറദ്ദി, മടക്കിയിട്ടാണെങ്കിലും ഒന്നും കൊടുത്തിട്ടില്ല, എന്നാലും യുഫദ്ദിഹു ഖൽബസ് സായിൽ, സായിലിന്റെ കൽബിന് സന്തോഷമുണ്ടാക്കും. ഒന്ന് വയുറബ്ബിഹു റൂഹഹു, അവന്റെ റൂഹിന് നല്ല കുളിർമയേകും. അയാളൊന്നും തന്നിട്ടില്ല, നല്ല വാക്ക് പറഞ്ഞില്ലേ. സദഖത്തിൽ ജസദിഹി, സദഖന്റെ ഫലം കിട്ടുന്നത് അവന്റെ ശരീരത്തിനാണെങ്കിൽ കൽബിനല്ലേ സന്തോഷം കിട്ടുന്നത്. അപ്പൊ ജസദും കൽബും കൂടെ നോക്കിയാൽ അപ്പൊ കൽബ്, അപ്പൊ കൽബിന് കിട്ടി.
വലാ റൈബ അന്നമാ യുറബ്ബിഹു റൂഹ, റൂഹിന് സന്തോഷമുണ്ടാക്കുന്നത് ഖൈറും മിമ്മാ യൻഫഉൽ ജസദ, ശരീരത്തിന് നഫ്ഉണ്ടാക്കുന്നതിനേക്കാൾ ഖൈറാണ് എന്നറിയാലോ. അതുകൊണ്ടല്ലേ അന്ന റൂഹാനിയത ഔഖഉ ഫിൻ നുഫൂസി വഅശ്റഫു, റൂഹാനിയായ ഭാഗം അതാണ് ഏറ്റവും കൂടുതൽ ഫലപ്രദം. ഇനി സുമ്മ ഒരു വിഷയം വരട്ടെ, നിങ്ങൾ ഖൗലും മഅറൂഫ് പറഞ്ഞത് അതും സദഖ എന്നാ പറയുന്നത്. പൈസ മാത്രമല്ല, അപ്പൊ പൈസ കിട്ടിയിട്ടില്ലെങ്കിലും നിങ്ങളുടെ വാക്ക് എന്ത് കിട്ടി? ഖൗലും മഅറൂഫും മഗ്ഫിറത്തും കിട്ടിയില്ലേ? അത് വലിയ സദഖയാണ്. അപ്പം ഞാൻ ക്ഷമ ചോദിച്ചൊരു ഉദാഹരണം അതാണ്. സുമ്മ ഇന്ന സ്വദഖത ലാ തൻഹസിറു ഫിൽ മാൽ, സദഖ എന്നുള്ളത് മുതലിൽ മാത്രം പരിമിതമല്ല. ബൽ തജ്രി ഫീ കുല്ലി മഅറൂഫ്, ഏത് മഅറൂഫായ കാര്യത്തിലും അത് സദഖയാണ്. അപ്പൊ ഫൽ കലിമത്തു തയ്യിബത്തു, നല്ല വാക്ക് സദഖ. അപ്പൊ കലിമത്തു തയ്യിബത്തിന് മുഹദ്ദിസീൻ രണ്ടർത്ഥം കൊടുത്തിട്ടുണ്ട്. ഒന്ന് മറ്റോനെ സന്തോഷമാക്കുന്ന വാക്ക് പറയുക, അതാ ഗുണത്തിലാക്കട്ടെ, നിങ്ങളെ ദുരിതങ്ങൾക്ക് ദൂരീകരിക്കട്ടെ എന്നെല്ലാം പറഞ്ഞിട്ട്. അല്ലെങ്കിൽ കലിമത്തു തയ്യിബ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള കലിമത്ത് അങ്ങനെയാവാതെ. റിയാദു സാലിഹീൻ ഈ ഹദീസ് ഉണ്ടല്ലോ, വശഫാഅത്തുൽ ഹസനത്തു, നല്ല ശഫാഅത്ത് ചെയ്യുക എന്നുള്ളത്, വൽ ഇആനത്തു ഫീ ഹാജത്തിൻ, അല്ലെങ്കിൽ ഒരു ഹാജത്തിൽ സഹായം ചെയ്യുക എന്നുള്ളത്, വഇയാദത്തു മരീദിൻ, രോഗിനെ സന്ദർശിക്കുക എന്നത്, വതശ്യീഉ ജനാസത്തിൻ, ഒരു ജനാസയെ യാത്രയാക്കുക എന്നുള്ളത്, വതത്ഗീബു ഖൽബി മുസ്ലിമീൻ, ഒരു മുസ്ലിമിന്റെ കൽബിന് സന്തോഷം പകരുക എന്നുള്ളതും കുല്ലു ദാലിക സദഖ, ഇതെല്ലാം സദഖയാകുന്നു. അപ്പോൾ സദഖ വളരെ വിശാലമാണ്. നമ്മളെ മറ്റേ കിതാബിലും വരും, ഇൽമു പറഞ്ഞു കൊടുക്കലും കേൾപ്പിക്കലും മമ്പിച്ച സദഖയാണ്. തീരുവാ കുറേ പേരുണ്ടല്ലോ, നാളെ വെക്കാം. ഇനി പറഞ്ഞ സദഖ ബാത്തിലായി പോകുന്ന കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്.